بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സ്റ്റേജിലിരിക്കുന്ന
ഇവർക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കും ചായ കൊണ്ടായിട്ട്. സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ, നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി ഉൾപ്പെടെയുള്ള എല്ലാ മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ, അംഗങ്ങൾ, ഈ മഹത്തായ ഉറൂസ് പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഉറൂസ് കമ്മിറ്റിയുടെ നേതാക്കൾ, അംഗങ്ങൾ, ഉറൂസിന്റെ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസം ഈ മഹത്തായ ഇൽമിന്റെ സദസ്സ് ഭംഗിയാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ജ്യേഷ്ഠാനുജന്മാർ, മറക്കപ്പുറത്തിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, ഈ പരിപാടി ഇവിടെ സദസ്സിലില്ലെങ്കിലും ഓൺലൈൻ വഴി ഇൽമു പഠിക്കണം എന്ന ലക്ഷ്യത്തോടെ, നല്ല നിയ്യത്തോടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ സ്നേഹജനങ്ങൾ, ചരിത്ര പ്രസിദ്ധമായ മൂളൂർ ഉമ്മിയത്തടുക്ക ഉറൂസാണ് ഇവിടെ അതിവിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവരുകളുടെ മദദ് അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും കടപ്പാടുള്ള മുഴുവൻ സ്നേഹജനങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നാളെ പരലോകത്ത് വിജയിക്കുന്ന വിജയികളായ മുഅ്മിനുകളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആ മുഅ്മിനീങ്ങളൊക്കെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ്. അവർ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുകയുള്ളൂ. അനാവശ്യമായ ഒന്നിലും അവർ ഇടപെടുകയില്ല. ആവശ്യമില്ലാത്ത കളികളിൽ, ആവശ്യമില്ലാത്ത തമാശകള്, ഇങ്ങനെ തുടങ്ങി അനാവശ്യമായത് എന്ന് പറഞ്ഞാൽ ആവശ്യമല്ലാത്തത്, ആവശ്യമില്ലാത്തത് എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം തിരിഞ്ഞു നിൽക്കുന്നവരാണ് അവർ എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ഇങ്ങനെ തുടങ്ങി ഒരു മുഅ്മിനി, സത്യവിശ്വാസികളിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, അടയാളങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനീനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. പരലോകത്ത് വിജയിക്കുന്ന വിജയികളായ മുഅ്മിനുകൾ അവർ സകാത്ത് കൊടുത്തു വിട്ടുന്നവരാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. എന്തിനാണ് ഈ സകാത്ത് കൊടുക്കുക എന്നത്? ഇസ്ലാമിൽ സകാത്ത് കൊടുക്കുക എന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വരാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് കേവലം പണത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ് സകാത്ത് കൊടുക്കണം എന്ന നിയമം ഇസ്ലാമിൽ ഉള്ളത്. എങ്ങനെയാണ് സകാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ കഴിയുക? അത് അവന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു തആല ഹുബ്ബു ദുനിയ,
ദുനിയാവിനോടുള്ള സ്നേഹത്തെ ഇല്ലാണ്ടാക്കുകയാണ്, കുറക്കുകയാണ്. ഒരാളെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, ഒരു വർഷം അത് അയാളെ കയ്യിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അയാളെ നിയന്ത്രണത്തിലുണ്ട്, അയാളതായിട്ടുണ്ട്. എന്നാൽ അതിന് ഇത്ര കണക്കുണ്ട്, ആ കണക്കിന്റെ അങ്ങനെ ആവുമ്പോ 2.5% സക്കാത്ത് കൊടുക്കണമെന്നൊക്കെ വരുമ്പോ, അപ്പൊ ഇവന്റെ പണം അവനിങ്ങനെ സക്കാത്ത് കൊടുക്കാനുള്ളതാണ് എന്നിങ്ങനെ വരുമ്പോൾ അവന്റെ ഖൽബിൽ നിന്ന് ദുനിയാവിനോടുള്ള സ്നേഹം അതിലൂടെ അല്ലാഹു തആല കുറക്കുകയാണ്. അതുകൊണ്ടാണ് ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുത്ഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന് ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, ആളുകളെ സക്കാത്ത് നിങ്ങൾ എടുക്കണോ? എന്തിനാണ് ഈ ആളുകളെ സക്കാത്ത് നിങ്ങൾ എടുക്കണോന്ന് നിങ്ങളോട് പറയുന്നത്? അത് ആ സക്കാത്ത് അവരെ ശുദ്ധീകരിക്കും. എങ്ങനെ ശുദ്ധീകരിക്കും? അവരെ ഖൽബിൽ നിന്ന് ദുനിയാവിനോടും പണത്തോടുമുള്ള ആർത്തിയും സ്നേഹവും അതില്ലാണ്ടയാക്കി കളയും, അത് കുറച്ചു കളയും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള, അവരുടെ സമ്പത്തിൽ നിന്നുള്ള സക്കാത്ത് തങ്ങൾ പിടിക്കണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം തന്നെ മുൻഗാമികൾ, സജ്ജനറഹാദി മുൻഗാമികൾ കാണിച്ചു തന്ന വിജയത്തിന്റെ മാനദണ്ഡം തന്നെ നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുക എന്നതാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ആരാണ് വിജയിച്ചവർ? ആത്മാവിനെ സംസ്കരിച്ച് സ്വന്തം നന്നായവൻ ആരാണോ തീർച്ചയായും അവനാണ് വിജയിച്ചവൻ. അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരിടത്ത് പറയുമ്പോൾ മറ്റൊരിടത്ത് നോക്കൂ നിങ്ങൾ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ ആത്മാവിനെ സംസ്കരിച്ചെടുത്തവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ആ ആത്മാവിനെ സംസ്കരിക്കാത്തവൻ തീർച്ചയായും അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഈമാനുള്ളവന്റെ അടയാളം, പരലോകത്ത് വിജയിക്കുന്ന മുഅ്മിനിന്റെ അടയാളം അങ്ങനെയാണ്. അവനെപ്പോഴും അവന്റെ ആത്മാവിനെ സമുദ്ധരിച്ചെടുക്കുന്നവൻ, സംസ്കരിച്ചെടുക്കുന്നവൻ, നന്നാക്കിയെടുക്കുന്നവനാണ്. എന്നിട്ട് ഈമാനുള്ള വിജയികളായ മുഅ്മിനീങ്ങളുടെ അടയാളം പറയുമ്പോൾ അല്ലാഹ് പറയാണ്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ആ വിജയികളായ മുഅ്മിനീങ്ങൾ അവരുടെ സ്വകാര്യ അവയവങ്ങളെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കുന്നവരാണവർ. അവർക്ക് അല്ലാഹു തആല കൊടുത്ത രഹസ്യ അവയവങ്ങൾ, സ്വകാര്യ അവയവങ്ങൾ അല്ലാഹു തആല ഹലാലാക്കിയതിലൂടെയല്ലാതെ അവർ ചെലവഴിക്കുകയില്ല. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഭാര്യമാരിൽ ഉപയോഗിക്കാം, അത് അല്ലാഹു തആല സമ്മതം നൽകിയതാണ്, ആക്ഷേപിക്കാത്തതാണ്, അല്ലാഹു സമ്മതം നൽകിയതാണ്. ആ ഭാര്യമാരിലൂടെയല്ലാതെ ഇക്കാലത്ത് അതേ സ്വന്തം സ്വകാര്യ അവയവങ്ങൾ വേറെ ഒന്നിൽ ഉപയോഗിക്കാൻ, വേറെ ആളുകളിൽ ഉപയോഗിക്കാൻ വകുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിജയികളായ മുഅ്മിനുകൾ അവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങൾ. فمن ابتغى وراء ذلك فأولئك هم العادون. ആ ഭാര്യമാരിലൂടെ മാത്രമാണ് സ്വകാര്യ അവയവങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക. എന്നാൽ ആ ഒരു ബൗണ്ടറി, അതിർത്തി, ബേലി, ആ ബേലിന്റെ അപ്പുറത്ത് കടന്നാൽ
ആ നിശ്ചയിച്ച പരിധിന്റെ അപ്പുറത്ത് കടന്ന് ആ സ്വകാര്യ അവയവങ്ങളിലൂടെ അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കാൻ അവൻ നോക്കിയാൽ ഖുർആൻ അത്തരക്കാരെ കുറിച്ച് പറയുന്നത് ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ ക്രമം തെറ്റിപ്പോയ അക്രമികളാണ്, പരിധി വിട്ടുകടന്നവരാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, യുവാക്കളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, ഇവിടെ ഞാൻ തന്നെ ഈ ഉറൂസിലേക്ക് ഇങ്ങനെ ആ മുടിപ്പുന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നേരത്തെ ഇവിടെ പാത്തൂർ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടുന്ന് നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ. ആ മുടിപ്പുലങ്ങെത്തുമ്പോഴേക്ക് തന്നെ മൂളൂർ ഉമ്മിയത്തടക്ക ഉറൂസിന്റെ അടയാളങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണ്. അത് ആര്? ജിന്നുങ്ങ വന്നിട്ടുണ്ടാക്കിയതാ? മലക്കുങ്ങ വന്നിട്ടുണ്ടാക്കിയതാ? അല്ല, മനുഷ്യന്മാരാണ്. അപ്പൊ ഈ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റിക്കാർ, പരിസരത്തുള്ളവർ, ഈ ഉറൂസ് പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രത്യേകം രൂപീകരിച്ചിട്ടുള്ള ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഈ നാട്ടിലെ പ്രായമുള്ളവർ, അതോടൊപ്പം നല്ലവരായ യുവാക്കൾ, ആ യുവാക്കളുടെ യുവത്വം, ഇന്ന് എത്ര യുവാക്കളുണ്ട് അവരുടെ യൗവനം പല അല്ലാഹു തആല പൊരുത്തപ്പെടാത്തതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെയും ഉമ്മിയത്തടക്ക മൂളൂർ പരിസരത്തുള്ള ഈ നാട്ടിലും പരിസരത്തുമുള്ള യുവാക്കൾ അവരുടെ യുവത്വം ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒരു വലിയന്റെ ഉറൂസ് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ വളരെ ഭംഗിയായ നിലക്ക് നടക്കണമെന്ന് കരുതിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു, അധ്വാനിച്ചു, ഓടി നടന്നു. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ആനക്കല്ല് എന്ന സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയില്ല ആനക്കല്ല്? അവിടെ ആനന്റെ കല്ലെല്ലാം ഉണ്ടായത് കൊണ്ടാണോ ആനക്കല്ല് എന്ന് പേര് വെച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ പേര് ആനക്കല്ല് എന്നാണ്. ഞാൻ ആ ആനക്കല്ലിൽ കുറച്ചു കാലം അവിടെ കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട് ദർസിൽ. അന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ഉറൂസാണ് മൂളൂർ ഉമ്മിയത്തടക്ക ഉറൂസ് എന്ന് പറഞ്ഞാൽ. അത് ഈ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉറൂസാണ്, ഒരു അറിയപ്പെട്ട ഉറൂസാണ്. ജനങ്ങളൊക്കെ ധാരാളം വന്നുകൂടുന്ന ഉറൂസാണ് മൂളൂർ ഉമ്മിയത്തടക്ക ഉറൂസ്. അത് അന്നും ഇന്നും അതിന് ഒരു കുറവ് പോലും വരാതെ, ഞാൻ തന്നെ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി ഞങ്ങളെ പ്രസിഡന്റ് ഉസ്മാനാജിന്റെ വീട്ടില്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ചാളുകളോട് ചോദിച്ചു, നല്ല ചെലവ് വരൂലേ ഇതിനൊക്കെ? നല്ല പൈസ വരൂലേ? എത്ര ചെലവ് വരും? കാരണം എത്രയാണ് ഇതിനു വേണ്ടിയൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇവിടെ നേർച്ച കൊണ്ട് വന്നിടുന്നവർ എന്ത് ഉദ്ദേശമുണ്ടോ അതൊക്കെ റബ്ബ് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഞാനിവിടെ സിയാറത്തിന് വന്നപ്പോഴും അപ്പുണ്ട് ഒരാള്, അയാൾ എന്നെയും കാത്തു നിൽക്കാണ്. പടം എന്റെ കയ്യിൽ അങ്ങ് പടം ഇടണമെന്ന് കരുതിയിട്ട് അയാൾ അവിടെ ഇടുകയാണ്. എന്ത് നീയത്താണോ റബ്ബെ അയാള് മനസ്സിൽ കരുതിയിട്ടുള്ളത്, റബ്ബെ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ ഉറൂസിന് വേണ്ടി ആരൊക്കെ എന്തെല്ലാം നീയത്ത് വെച്ച് സഹായിച്ചിട്ടുണ്ടോ, ആണുങ്ങള് പെണ്ണുങ്ങള് എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഉദ്ദേശങ്ങള് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനരുടെ ബറക്കത്ത് കൊണ്ട് നീ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുത്ത് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ച് രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആ രോഗങ്ങൾക്കൊക്കെ നീ അവർക്കും ഞങ്ങൾക്കൊക്കെ പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ബാല്യക്കാരെ, ഞമ്മ ഇന്ന് ബാദിലെല്ലാം വിളിക്കുന്നില്ലേ, ബാല്യക്കാരെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അല്ലേ വയസ്സന്മാർക്ക് ദേഷ്യം വരുന്ന ഇയാൾ എന്ത് ചെറുപ്പക്കാരെ തന്നെ വിളിക്കുന്നത്, ചെറുപ്പക്കാർക്ക് വാദം പറയാൻ വേണ്ടി അയാൾ വിളിച്ചത്, എല്ലാവർക്കും വിളിക്കാനല്ലേ? അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടാ? ആരും പറയില്ല. എന്താ കാരണം? ബാല്യക്കാർക്ക് കുറച്ച് കൂടുതൽ വാദം പറയണു. ഇന്നാളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ബാല്യക്കാരെല്ലാം നല്ലവർ, ബൈസന്മാർ കുറച്ച് ബെടക്കായിന്, ബൈസന്മാരെ എന്ന് പറഞ്ഞിട്ട് വാദം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ പിന്നെ ബാല്യക്കാരും ബൈസന്മാരും എല്ലാവരും നല്ലവർ തന്നെ.
പെണ്ണുങ്ങമോ യൗമോ പെണ്ണുങ്ങ പിന്നെ കേക്കേ വേണ്ട. ഓരത്ര നല്ല ആരുമില്ല ഇവിടെ. അള്ളാഹു ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഈ മറക്കപ്പുറത്തിരുന്ന് ഇൽമു കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ നല്ലവരിൽ നല്ലവരായ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, റബ്ബേ നീ അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാ. നൂറുകണക്കിന് വിഷമവും പ്രയാസവുമായിട്ടാണ് എത്രയോ ഉമ്മമാര് എന്ന് ചൊല്ലിയെങ്കില് ഒരു വേം വന്നിരുന്നിട്ട് വേദനിക്കും. അവിടെ മൈക്കിന്റെ സൗണ്ട് കേൾക്കണ്ട, തങ്ങളെ ദുആ കേൾക്കണ്ട, ബാലിന്റെ ഉസ്താദ് ബന്ദിനാ ഇല്ലേ നോക്കണ്ട. നോട്ടീസിൽ സമയം കൊടുത്താൽ ആ സമയത്തിന് മുമ്പ് തന്നെ കൃത്യസമയത്ത് പെണ്ണുങ്ങന്മാര് വന്നിരുന്നിട്ട് ഓർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്ത് ഓരിങ്ങനെ ഇരുന്നിട്ട് ഇൽമു കേൾക്കും. അത് പെണ്ണുങ്ങന്മാരെ മഹത്വമാണ്. അല്ലാഹുവേ ഞങ്ങളെ ഈ ഉമ്മമാരെ നീ രണ്ട് ലോകത്തും അവരെയും ഞങ്ങളെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അപ്പൊ ബാല്യക്കാരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ബാല്യക്കാരെ നിങ്ങൾക്ക് മംഗലായെങ്കിലേ തിരിയൊക്കെ ചെലവിന് കൊടുക്കാനുള്ള തെരു നിങ്ങളടുത്തുണ്ടാ എങ്കിൽ നിങ്ങൾ മംഗലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ടിട്ട് നടക്കണ്ട. നിങ്ങൾ മംഗലായിക്കോളി. മംഗലായെങ്കിൽ കുറെ തെറ്റെല്ലാം എന്താവും, പിന്നെ കുറഞ്ഞു കിട്ടും. പിന്നെ മംഗലായിട്ടും തെറ്റ് കുറക്കാത്തവനുണ്ട്, ഓനക്ക് വേറെ തെരുവാണോ, അത് വിഷയം വേറെ. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞു കിട്ടും. ഇനി നിങ്ങൾക്ക് മംഗലാകാൻ കഴിയുന്നില്ലേ, മംഗലായെങ്കിൽ ഓന്റെ തിരിയോ പട്ടിണിയാവും. എന്താ കാരണം? ഓൻ നെയ്ക്കാൻ പോകുന്നില്ല, ഓനക്കൊരു നെയ്പ്പും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തോ മംഗലായെങ്കിൽ ഭാര്യക്ക് എങ്ങനെ ചെലവിന് കൊടുക്കുന്നത്? അതുകൊണ്ട് ഓന്റെ തിരിയോ പട്ടിണിയാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നീ പിന്നെ മംഗളായിട്ട് വെറുതെ നിന്റെ തിരിയനെ പട്ടിണി കിടത്തണ്ട. നിങ്ങൾ നോമ്പ് നോക്കിയോളി എന്ന് പറഞ്ഞു. ആരോട് പറയുന്നത്? ഞങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ നോമ്പ് നോക്കി. എന്ത് കാരണം? നോമ്പ് നോക്കിയെങ്കിൽ തെറ്റുകളെല്ലാം കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു നോമ്പ് നോക്കാൻ പറഞ്ഞേ? നിങ്ങൾ മംഗലാവാത്തതിന്റെ പേരില് അള്ളാഹു നിങ്ങൾക്ക് തന്ന സ്വകാര്യ അവയവണ്ടല്ലേ, അത് ഭാര്യമാരല്ലാത്തവരിലൂടെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തെറ്റുകാരാകണ്ട. അതിന് പകരം നോമ്പ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് താക്കത്ത് കുറയും. താക്കത്ത് കുറഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. പരലോകത്ത് വിജയിക്കുന്ന വിജയികളുടെ ലക്ഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അതിങ്ങനെ പറഞ്ഞ് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഈമാനുള്ളവനാരാണ്? അവനിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കാര്യം അവൻ വളരെ ഭംഗിയായ നിലക്ക് നിർവഹിക്കൂ. അവൻ പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിയാണ്. ഏതാണ് വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം? വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം എന്താണ്? എന്റെ ഇന്നത്തെ വിഷയം അതല്ല. ഇന്നും ഞാൻ ഇന്നലത്തെ വാള് കഴിഞ്ഞിട്ട് ഇന്ന് പകല് എന്റെ ചിക്കമകളൂർ ജില്ലയിൽ മൂടികര എന്ന സ്ഥലത്ത് ഹണ്ടുകുളി എന്ന പ്രദേശമുണ്ട്. അവിടെ ഒരു 2 പാവപ്പെട്ട പെൺകുട്ടികളെ, അവിടെ എന്റെ ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതന്റെ എല്ലാ ചെലവിലും അതേ 2 പെൺകുട്ടികളെ കല്യാണം നടത്തിക്കൊടുത്തു. ഞാൻ തന്നെ ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് ഞാൻ നടത്തണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ സ്നേഹിതന് വേണ്ടി ഞാൻ ഇന്ന് പകൽ അവിടെ പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാന് ഈ പുതിയ പെണ്ണിന്റെ ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് ഞാൻ എന്ത് ചൊല്ലിക്കൊടുത്തിനെന്നറിയോ നിങ്ങൾക്ക്? അത് എന്റെ കൈ പിടിച്ചിട്ട് എന്റെ തിരിയന്റെ ഉപ്പ എന്റെ കാക്കാന്റെ കൈ പിടിച്ചിട്ട് എന്റെ കാക്കാനോടും എന്റെ തിരിയന്റെ ഉപ്പാനോടും എന്റെ ഉസ്താദ് ഷെയ്ഖുന മൊഴിയുസുന്ന പൊന്മള ഉസ്താദ് എന്റെ ഉസ്താദ് AP ഉസ്താദിനെ ഇരുത്തിയിട്ട് മംഗലാപുരത്ത് ആക്കിയ നിക്കാഹ് ചൊല്ലുമ്പോഴും അതെന്നെ ചൊല്ലിക്കൊടുത്തില്ല. ഇന്ന് ഞാനും അങ്ങനെ തന്നെയാണ് ഈ പുതിയ പെണ്ണിന്റെ പുതിയ പെണ്ണിന്റെ ഉപ്പാനോട് ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. ഇതിപ്പോ ഞങ്ങളെ മാത്രം പ്രത്യേകത അല്ല. നിങ്ങളെ മംഗളത്തിന്റെ അപ്പോഴും നിങ്ങളെ കായിനത്തിന്റെ അപ്പോഴും നിങ്ങളെ നിക്കാഹിന്റെ അപ്പോഴും നിങ്ങളെ പെൺകുട്ടികളെ ഉപ്പമാരാണോ നിങ്ങളോട് ഉസ്താദ് ചൊല്ലിത്തന്നിന് അതന്നെ. എന്തേ? ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. നിനക്ക് നല്ല മട്ടത്തില് ഈ മംഗലായിട്ട് നിന്റെ തിരിയനെ നിന്റെ കൂടെ നല്ല മട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്റെ കൂടെ നിർത്തിയാ മതി. ഓളെ മുസുണ്ട് അടിച്ചിട്ട് ഓളെ വേദനാക്കിയിട്ട്
ഓളെ പിന്നെ മോത്ത് കടിച്ചിട്ട് ചോര വരപ്പിച്ചിട്ട് പല്ല് പൊട്ടിച്ചിട്ട് ഓലെ ജുട്ടു പിടിച്ചിട്ട് തിരിച്ചിട്ട് മതിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് അങ്ങനെ ഒന്നും നിന്റെ പോരിൽ നീ ഓളെ നോക്കണ്ട. ബാപ്പയായ എനിക്ക് അത്ര കത്തികെട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ ഓളെ മട്ടത്തിൽ തന്നെ നോക്കുന്നേ. ഇപ്പൊ ഓൾക്കൊരു പുതിയാപ്പിള വേണമെന്ന് ചൊല്ലിയിട്ട് നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നേ. നോക്കി വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് ഓ ആയിക്കോട്ടെ എന്ന് ചൊല്ലിട്ട് കൊടുന്നില്ല ഈ കുജുമ്പോ. ഓനെന്താ ആയിക്കോട്ടെ കബിൽ തുമിക്ക ആയിക്കോട്ടെ, നിങ്ങൾ ചൊല്ലിയതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഏൽപ്പിച്ചതുപോലെ ഞാനത് ഏറ്റിട്ടിട്ട് ഞാൻ കബിൽ തുമിക്ക ഈ കാണുന്ന സ്വർണ്ണമാല മഹറിന് പകരം നിങ്ങൾ എനിക്ക് നിക്കാക്കി തന്നതിനെല്ലാം ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ ഓളെ സ്വീകരിച്ച് നിങ്ങൾ ചൊല്ലിയ കണ്ടീഷനിലെല്ലാം ഞാൻ ഒത്തും ചൊല്ലിട്ട് കൊണ്ടുവന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ചുട്ടു പിടിച്ചിട്ട് മതിൽ കൊണ്ട് അടിച്ചിനെ പോ ആരെ തിരിയനെ. ഇത് വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെ അതിന്റെ ക്രമം പോലെ നിർവഹിക്കലല്ല, അതിന്റെ ദ്രോഹം വരുത്തൽ എന്ന് അതിനെ കുറിച്ച് പറയുന്നു. അതിന് ദ്രോഹം വരുത്തൽ അത് പാടില്ല. ഖുർആനിൽ ഈമാനുള്ള ജനങ്ങൾ വിജയികളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഓ ജനങ്ങളെ, എന്നെയും നിങ്ങളെയും അല്ലാഹു തആല വിശ്വസിച്ച് ഏൽപ്പിച്ച് കുറെ സംഗതി തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുഹമ്മദ് ഇബ്നുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, മോനെ നിന്റെ ദേഹത്തുള്ള അവയവങ്ങളെ കണ്ടിട്ടില്ലേ? നിന്റെ ശരീരത്തിലുള്ള അവയവങ്ങളെ കണ്ടിട്ടില്ലേ? അത് മുഴുവനും അല്ലാഹു തആല നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് കേട്ടോ. അത് മുഴുവനും അല്ലാഹു തആല നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ഓരോന്ന് നീ നോക്ക്. കണ്ണ് അല്ലാഹു തആല നിനക്ക് തന്നില്ലേ? ആ കണ്ണ് നിന്നിൽ വിശ്വസിച്ചിട്ട് അല്ലാഹു ഏൽപ്പിച്ചു തന്നതാണ്. ആ കണ്ണ് തന്നപ്പോൾ അല്ലാഹു തആല എന്താ പറഞ്ഞത്? ആ കണ്ണുകൊണ്ട് ഒരു ഹറാമും കണ്ടുകൂടാ. ഹറാമുകളെ തൊട്ട് കണ്ണ് ചിമ്മിക്കളയണം കേട്ടോ. കണ്ണുകൊണ്ട് നല്ലത് കാണണം, കണ്ണുകൊണ്ട് കഅബ കാണണം, കണ്ണുകൊണ്ട് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കണോ, കണ്ണുകൊണ്ട് ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കണോ, കണ്ണുകൊണ്ട് തിരിയന്റെ മുഖത്തേക്ക് നോക്കണോ, കണ്ണുകൊണ്ട് മാപ്പലന്റെ മുഖത്തേക്ക് നോക്കണോ. അല്ലാഹു തആല നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ തൊട്ട് കണ്ണിനെ അങ്ങ് ചിമ്മിക്കളയണം. അങ്ങനെയാണ് കണ്ണ് തന്ന റബ്ബ് എന്നെയും നിന്നെയും വിശ്വസിച്ച് കണ്ണിനെ ഏൽപ്പിച്ചു തന്നത്. ഇനി രണ്ടാമത്തേത് ചെവി അല്ലാഹു തആല തന്നില്ലേ? കാത് അല്ലാഹു തആല തന്നില്ലേ? അതും വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. എങ്ങനെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചത്? ഈ കാതുകൊണ്ട് അനാവശ്യം കേട്ടുകൂടാ, കാതുകൊണ്ട് വേറൊന്നും അനാവശ്യം കേട്ടുകൂടാ, റബ്ബ് പൊരുത്തപ്പെടാത്തത് കേട്ടുകൂടാ. ആ കാതുകൊണ്ട് എന്ത് ചെയ്യണം? ദിക്റിന്റെ മജ്ലിസിൽ വരണം. എന്നിട്ട് അവിടുന്ന് ദിക്ർ ചൊല്ലുന്നത് കേൾക്കണോ, ഖുർആൻ ഓതുന്നത് കേൾക്കണോ. നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളെ അനുസ്മരിക്കുന്ന ചടങ്ങല്ലേ ഇത്. അവരുടെ മകൻ, പ്രിയപ്പെട്ട മോൻ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുപ്പാപ്പ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവരെയും ഞങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ബാപ്പയും മോനും ദീർഘകാലം ഈ മഹല്ലിലെ ഖാദിയാണ് എന്നത് നിങ്ങളെ ഭാഗ്യമാണ്. ഇല്ലേ? നാളെ ഒരു ആഖിറത്തില് ഒരു സ്വർഗത്തിൽ പോകുമ്പോ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ സ്വർഗത്തിൽ പോകുമ്പോ അവിടുന്ന് മഹാനവരുകൾ ഓർക്കാതിരിക്കുമോ? ഞാൻ എത്രയോ മഹല്ലിലെ ഖാദിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഖാദിയായിട്ടുള്ള മഹല്ലിൽ എന്നെ സ്നേഹിച്ച എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരും കൂടി ഒന്ന് വരണം സ്വർഗത്തിൽ പോകുമ്പോ എന്ന്. അതിന് ശഫാഅത്ത് എന്ന് പറയാം. ആലിമീങ്ങൾക്കും മഹാന്മാർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. കിതാബ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ, കിതാബിലുള്ള കാര്യമല്ലേ അത്, അതില്ലാന്ന് പറയാൻ പറ്റും. അപ്പൊ ഞങ്ങൾ നോക്കി നീങ്ങ എന്ത് ഭാഗ്യവാന്മാരെ നമ്മളെ മഹല്ലില് ഓരോക്കെ ഖാദിയായി കിട്ടി. ഇപ്പൊ ആരാ ഖാദി? ഇപ്പൊ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ഖാദി.
ഞാനിവിടുത്തെ നോട്ടീസ് ഇങ്ങനെ കാണുമ്പോ ഉസ്താദിന്റെ പേര് വലിയ അക്ഷരത്തിൽ കാണുന്നത് എനിക്കത് കണ്ടപ്പോ വലിയ സന്തോഷായി. എന്തേ, എന്റെ ഉസ്താദാണെന്ന് കരുതിയിട്ട് മാത്രല്ല, അങ്ങനെയാണ് നൗഫൽ സഖാഫിന്റെ ഉസ്താദാണെന്ന് കരുതിയിട്ട് മാത്രല്ല, പിന്നെ ഉസ്താദിനെ ഖാലിയാക്കാൻ പറ്റിയല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സമയത്ത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ തണല് ചമ്മകാലോ ദീർഘകാലോ അല്ലാഹു ഞങ്ങൾക്ക് നല്ല ആഫിയത്തോടെ നിലനിർത്തി തരട്ടെ. താജുൽ ഉലമ തങ്ങളെ കുറിച്ചും കൂറത്ത തങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞ എന്താണ്, ഖുർആൻ നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, ഖുർആൻ എപ്പോഴും ഓതും. അത് ഈമാനുള്ളവർ അങ്ങനെയാണ്. ഇത് റജബ് മാസല്ലേ, ഈ റജബ് മാസത്തിൽ നമ്മൾ ഓർക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, ഉമ്മമാരെ, വകാന യഖ്തിമുൽ ഖുർആന ഫിൽ യൗമി മർറതൈനി. എല്ലാ ദിവസവും മഹാനവരുകൾ പരിശുദ്ധ ഖുർആനെ 2 തവണ ഖത്മ തീർക്കും. ഞങ്ങ ഇത് കേൾക്കുമ്പോ ഞങ്ങൾ എന്ത് പറയുന്നറിയാ, ബന്നെ കൊത്തില്ലത് അങ്ങനല്ലോ നടക്കാൻ പോകുന്ന വിഷയമാണ്. ഒരു ദിവസം 2 ഖത്മ ബന്നേക്കും ചൊല്ലുന്നേന്, വേറെ മൊയിലാർക്ക് വേറെ പണി തന്നെ ഇല്ല, വെറുതേക്ക് ചൊല്ലുന്നേന്. ബന്നേക്ക് ചൊല്ലുന്നതല്ല, അത് വെറുതേക്ക് ചൊല്ലുന്നതല്ല, അത് ഉള്ള തന്നെ. ഈ ഖുർആൻ ഓതാൻ വേണ്ടി അങ്ങ് ഇരുന്നാൽ അത് നടക്കും. ഇരിക്കണോ, ഖുർആൻ ഓതാൻ വേണ്ടി കച്ചക്കെട്ടി ഇരിക്കന്നെ, റെഡി ആയിട്ട് ഇരിക്കന്നെ. മുണ്ട് മടക്കണമെന്നല്ല അതിന്റെ അർത്ഥം, പിന്നെ റെഡി ആയിട്ട് അങ്ങ് ഇരിക്കന്നെ. ഞാൻ 2 ഖത്മ ഇന്ന് ഓതി തീർക്കൂന്ന് ഇത് നോക്കി നിങ്ങ, അത് കഴിയും. ഞങ്ങ ഇത് പറയുമ്പോ ഞമ്മളെ ഈമാൻ അത്രല്ലേ ഉള്ളേ. ഞമ്മ എന്ത് പറയുന്നത്, ഇത് നടക്കാൻ പോകുന്ന സംഗതി ഒക്കെ, ഇത് നടന്ന വിഷയമൊക്കെ ബന്നേകം ചൊല്ലുന്നല്ലാതെ ബന്നകല്ല നടന്നതന്നെ. അജ്മീർ ഖാജ തങ്ങളെ ചരിത്രത്തിൽ പറയാണ്, എന്നു 2 ഖത്മ ഓതും. എന്നിട്ട് അറിയോ ഉമ്മമാരെ നിങ്ങൾക്ക്, എന്നു 2 ഖത്മ ഓതുമ്പോ ഒരു ഖത്മ തീരുമ്പോണ്ടല്ല ഒരു വിളി കേൾക്കുന്നാണ്. നിദാഉം മിനൽ ഗൈബി, ഒരു ശബ്ദം കേൾക്കും ഖാജ തങ്ങൾക്ക്. ആരെന്നൊന്നും കാണുന്നില്ല, ആരത് മിണ്ടുന്ന ആരും കാണുന്നില്ല, പക്ഷെ ഖാജ തങ്ങൾക്ക് ഒരു ശബ്ദം കേൾക്കും. ഇന്ദ ഖത്മിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അങ്ങ് ഒരു ഖത്മ അങ്ങ് തീരുമ്പോ അദൃശ്യ ലോകത്ത് നിന്നൊരു ശബ്ദം കേൾക്കും. സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റഹ്മത്തുള്ളാഹി അലൈഹി മാനവരുകൾക്ക് ഒരു ശബ്ദം കേൾക്കും. എന്താണ് ശബ്ദം? ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. അല്ലയോ മുഈനുദ്ദീൻ അജ്മീർ ശൈഖേ, നിങ്ങളുടെ ഖത്മ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവരുകൾ അജ്മീർ ഖാജ തങ്ങളെ കുറിച്ച് രചിച്ച മൗലിദിന്റെ കിതാബിലുള്ള സംഭവമാണ് ഞാനിത് പറയുന്നത്. വെറുതെ വാരോലയല്ല പറയുന്നത്, വെറുതെ പൊട്ടീസ് പറയലല്ല. അവർക്ക് അങ്ങനെ ഖുർആനുമായി വലിയ ബന്ധമായിരുന്നു, ഖുർആനുമായി വലിയ കണക്ഷനായിരുന്നു. അതുകൊണ്ടാണല്ലോ എത്ര തവണയാണ് 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയ മഹാനാണ് അജ്മീർ ഖാജ റഹ്മത്തുള്ളാഹി അലൈഹി. അജ്മീർ പോയവരല്ലോ ഒന്ന് കൈവെക്കുക. അജ്മീർക്ക് പോയവർ ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പോവാത്തവർ ആരുമില്ല, ചെറുതും വലുതും എല്ലാം പോയി തന്നെ. അള്ളാഹു ഇനിയും വീണ്ടും വീണ്ടും പോകാൻ, കുടുംബസഹിതം ആ ദർബാറിലെത്താൻ ഞങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ. ഉമ്മ ബാപ്പാന്റെ കൂടെ, ഭാര്യ മക്കളെ കൂടെ ഞങ്ങൾക്ക് അവിടെ പോകാൻ പലവട്ടം ഭാഗ്യം തരട്ടെ. എന്നാൽ അജ്മീർക്ക് പോകുമ്പോ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1000 തവണ ഓതിയിട്ട് പോണം. അത് ഭയങ്കര രസമാണ്. എത്ര തവണ? എന്ത് നിങ്ങളുടെ ബന്ധായിനെ ചൊല്ലു, എത്ര തവണ? അത് 100 വേഗം ചൊല്ലുമായിരുന്നു. നിങ്ങൾ ഇത് 1000 ആവുമ്പോ അല്ലെ. അജ്മീർക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം. അജ്മീരിൽ പോയാൽ അവിടെ എത്തിയാലും ശ്രദ്ധിക്കണം, കഴിയുന്നുണ്ടോ. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് അൽഫമറ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു ചെറിയ സൂറത്തല്ലേ, അൽ ബഖറ അല്ലല്ലോ.
സൂറത്തുൽ നിസാ അല്ലല്ലോ, മാഇദ അല്ലല്ല, ആല ഇംറാൻ അല്ലല്ല, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര വട്ടം ഓതണം? എത്ര വട്ടം? 1000 വട്ടം. ഖാജാ തങ്ങൾ പല വട്ടങ്ങളിലായിട്ടും 1000 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടുന്ന് കിട്ടി? അതുകൊണ്ടാ പറയുന്നത്, ഞങ്ങളെ വലിയ വലിയ ഉസ്താമാരെല്ലാം പറയുന്നത്, അജ്മീർക്ക് പോകുമ്പോ നീ ഇങ്ങനെ എന്തെല്ലാം ട്രെയിനിൽ ഇങ്ങനെ സ്വറ പറഞ്ഞുകൊണ്ട് പോകണ്ട, തിന്നോണ്ട് പിടിച്ചോണ്ട് അത് മാത്രമാക്കിയാ പോരാ, പിന്നെ 1000 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി തീർക്കാൻ നോക്കാം. അവിടെ അവിടെ എത്തിയിട്ടും മഹാന്റെ ദർബാറിൽ ഇരുന്നിട്ട് 1000 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് നോക്ക്. മരിച്ച ആളുകളെ ഖബറിന്റെ അടുത്ത് പോയിട്ട് 11 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണമെന്ന് ഇമാമിങ്ങ കിതാബിൽ ചൊല്ലിനാർ. മിഞ്ഞാന്ന് ഞാന് പിന്നെ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ ഒരാള് എന്റെ അതേ ബോഗിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. മൂപ്പർ എന്നെ കണ്ട ഉടൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ ബാലിൽ ഞാനൊരു വിഷയം കേട്ടിന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനോ? ഞാൻ ലക്ഷദ്വീപുകാരനും ചൊല്ലിയാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഐലാൻഡ്, അത് ചുറ്റും കടലാണ്. അപ്പൊ ഞാൻ ലക്ഷദ്വീപുകാരനാണ്. നിങ്ങൾ എന്ത് കേട്ടിനെ വാതിലും ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഖബറിന്റെ അടുത്ത് പോയെങ്കിൽ 11 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബാലിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിന്. അതിന് ശേഷം ഉസ്താദേ ഞാൻ എന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഖബറിൽ പോയാൽ അത് 11 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാതെ ഞാൻ വരുന്നില്ല. ഞാൻ മാത്രമല്ല, ഞാൻ എന്റെ ചങ്ങായിമാരോട് എല്ലാം പറഞ്ഞിന് ഇങ്ങനൊരു സംഗതി ഞാൻ ഒരു ഉസ്താദിന്റെ ബാലിൽ കേട്ടിന്. അതുകൊണ്ട് ചങ്ങായിമാർക്ക് ഞാൻ ചൊല്ലിക്കൊടുത്തിന്. നിങ്ങളെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആശ ഉണ്ടായിന്. ഇപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി എന്ന് അറിഞ്ഞിട്ട് നമ്പറെല്ലാം വാങ്ങി ഭയങ്കര ജഗബോഗലാക്കി. ഇതെന്തിനു ഞാൻ ചൊല്ലിയേ? ഏത് ഖബറിന്റെ അടുത്ത് പോയാലും 11 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അത് കിതാബിലുള്ളതാ. ഇത് ഞാൻ അതല്ല പറയുന്നേ. അജ്മീർ ഖാജാ തങ്ങൾക്ക് ഭയങ്കര സംഘമായിരുന്നു ഈ ഖുൽ ഹുവല്ലാഹു അഹദ്. അത് എവിടുന്ന് കിട്ടി? ഇടക്കിടക്ക് 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിരുന്നു എന്നാ ചരിത്രം പറയുന്നു. ഖാജാ തങ്ങളെ ഒരു ശൈഖുണ്ട്. ആര്? ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹി. സജ്ജന റഹാദിയാണത്, മഹാന്മാരെ റൂട്ടാണത്. നോട്ടീസിലെ പേര് കണ്ടില്ലേ, വിഷയം കണ്ടില്ലേ നിങ്ങള്? മഹാന്മാര് പോയ വഴിയാണത്, മഹാന്മാര് പോയ തെരുവാണത്. മഹാത്മರು ಹೋದ ದಾರಿಯಾಗಿದೆ ಅದು. മഹാന്മാര് പോയ വഴിയാണ്, റൂട്ടാണത്. ആ ഖാജാ തങ്ങളെ ഷെയ്ഖാണ് ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി റഹിമഹുല്ലാഹ്. ആ മഹാനവരികൾ ഒരിക്കൽ ശിഷ്യനായ മുരീദായ ഖാജാ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വായോ, നിങ്ങൾ എന്ത് ചെയ്യണോന്നറിയോ? അതാ നിങ്ങൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ 1-ാമത്തെ റക്അത്തില് അതാ നിങ്ങൾ 1-ാമത്തെ റക്അത്തില് ഫാത്തിഹ 1 വട്ടം ഓതണോ. പിന്നെ അതാ 1000 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണോ. 2-ാമത്തെ റക്അത്തില് നിങ്ങൾ അതാ 1000 വട്ടം ഫാത്തിഹ ഓതണോ. 1 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണോ. 1-ാമത്തെ റക്അത്തിൽ 1 വട്ടം ഫാത്തിഹ, 1000 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ്. 2-ാമത്തെ റക്അത്തിൽ 1000 വട്ടം ഫാത്തിഹ, 1 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ്. നേരെ ഉൾട്ടാ പൾട്ടാ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നേരെ ഉൾട്ടാ തിരിഞ്ഞങ്ങ് മതി. ഈ പറഞ്ഞത് തിരിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബേജാറ്. അപ്പൊ തിരിയുന്നുണ്ടല്ലേ? തിരിയുന്നുണ്ടാ? എവിടെ തിരിഞ്ഞോളൂ? അതിന് ഞാൻ ബന്ധാക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ തിരിഞ്ഞുകൊണ്ടായി കാറ്റ്, അത് ബന്ധാക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാ ഞാൻ പറയുന്നത്? എന്റെ സൗണ്ടേ കേൾക്കുന്നില്ലല്ലേ? മനസ്സിലായി? അല്ലാഹു ബർക്കത്തെ. കുറച്ച് സദസ്സ് ഇളകണോ? ഇളകില്ലെങ്കിൽ ആവാല ചൊല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് തിരിയുന്നുണ്ടാന്ന് ഒരു നമുക്ക് ഇങ്ങനെ ഇതാവണല്ലേ? വെറുതെ നമ്മളിങ്ങനെ ആയുസ് ചെലവഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അല്ലാഹു ബർക്കത്തെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അങ്ങനെ ചൊല്ലാൻ പറഞ്ഞു, ഓതാൻ പറഞ്ഞു. ഖാജാ തങ്ങളതങ്ങ് നിർവഹിച്ചു. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഖാജാ തങ്ങളോട് പറഞ്ഞു, ഷെയ്ഖ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വായോ, 1000 തവണ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കോ. 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കോ.
ഇടക്കിടക്ക് മഹാനായ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജാ തങ്ങൾ 1000 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അതുകൊണ്ടാണ് മഹാനവരുകൾ വലിയ പദവിയിലോട്ട് എത്താനുണ്ടായ കാരണം. പല വിഷയങ്ങളും മഹാന്മാര് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ജനങ്ങളെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഓ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തആല കാത് തന്നത് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചതാണ്. എന്തിനാണ് കാത് റബ്ബ് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചത്? നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേൾക്കാനാണ്, ദിക്ർ ചൊല്ലുന്നത് കേൾക്കാനാണ്. പോരാ, നിങ്ങൾ ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് ഇൽമു പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാനാണ്. ഇനി അല്ലാഹു തആല നിങ്ങൾക്ക് നാക്കിനെ തന്നില്ലേ, നാവിനെ തന്നില്ലേ? ആ നാവിനെ അല്ലാഹു നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചു തന്നതാണ്. ഗീബത്ത് ചൊല്ലിരണ്ട, കള്ളം പറഞ്ഞിരണ്ട, ആരെയും ചീത്ത പറഞ്ഞിരണ്ട, നിങ്ങൾ ആരെയും ദൂരിരണ്ട, ഒരാളെയും കുറ്റം പറയണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ ഉസ്താദുമാരെ കുറ്റം പറയണ്ട, ആലിമീങ്ങളെ കുറ്റം പറയണ്ട. ഇത് പറയുമ്പോ പറയുന്നത് എന്തറിയോ? ഇങ്ങനെ അത് ഇണ്ടത്തെ ഉസ്താദിന്റെ ಬಗ್ಗೆ അല്ല, പണ്ടത്തെ നല്ല നല്ല ഉസ്താദ്മാരുണ്ടായിന്, ഇന്ന് ഉസ്താദ്മാരൊന്നും ശരിയില്ല, അങ്ങനെ പറഞ്ഞിട്ടായി. അങ്ങനെ ഞാൻ വെറുതെ പറയുന്നല്ല. ആരെയും കുറ്റം പറയണ്ട, പ്രത്യേകിച്ചിട്ട് ഉസ്താദുമാരെ കുറ്റം പറയണ്ട എന്ന് പറയുമ്പോ കമന്റ് എന്താണെന്നറിയോ? എല്ലാരും കമന്റ് പറയുന്നില്ല, ഈ കുറ്റം പറയുന്നല്ലേ ഉസ്താദ്മാരെ ചീത്ത പറയുന്നത്. ഓൻ പറയൂ അത് ഇന്നത്തെ ഉസ്താദ്മാരെ കുറിച്ചല്ല, ഇന്നത്തെ ഉസ്താദ്മാരെന്തോ സമയമില്ല, പണ്ടത്തെ ഉസ്താദ്മാരെല്ലാം സമയം ഉണ്ടായിന്, ആ ഉസ്താദ്മാരെ കുറ്റം പറയണ്ട. അത് വെറുതെ നിന്റെ പോക്കറ്റിന്റെ അഭിപ്രായമാണ്, അത് അവിടെ തന്നെ വെച്ചോ നീ, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ആലിമീങ്ങളെ കുറ്റം പറയരുത് ജനങ്ങളെ. ഞമ്മ ഔലിയാക്കന്മാരെ പിരിച്ചു വെക്കുന്നു ഒക്കെ അല്ലേ? ഞമ്മ ഔലിയാക്കന്മാരെ പിരിസം വെക്കുന്നു. എന്നാൽ ഔലിയാക്കന്മാരെ പിരിസം വെക്കുമ്പോ എന്തേ ഒന്ന് ആലിമീങ്ങളെ പിരിസം വെക്കാന്? ആലിമീങ്ങളെ പിരിസം വെച്ചാൽ ഞങ്ങൾക്ക് എന്തിന് കുറവുണ്ടാവും? ആലിമീങ്ങൾ എന്ന് പറഞ്ഞ എന്താ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് വന്നിട്ട് ചോദിച്ച്, അല്ല ഇമാം റംലി തങ്ങളെ, ഈ ഗീബത്ത് പറയുന്നതുണ്ടല്ലേ, ഉള്ളതാണെങ്കിലും വേറൊരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നതുണ്ടല്ലേ, അത് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ? തെറ്റാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ഹൽ ഹിയ കബീറത്തുൻ അം സ്വഗീറത്തുൻ, വേറെ ഒരാളെ കുറ്റം പറയുന്നത്, ഗീബത്ത് പറയുന്നത് അത് ഉള്ളതാണെങ്കിൽ പോലും അത് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ? അപ്പ റംലി ഇമാം അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്നാൽ കുറ്റം പറയുന്നത് അത് വലിയ ആലിമീങ്ങളെ കുറിച്ചാണോ ഗീബത്ത് പറയുന്നത്? ഒന്ന്. രണ്ട്, വഹമലത്തിൽ ഖുർആൻ, ഖുർആന്റെ ആളുകളില്ലേ, ഖുർആൻ പഠിച്ചവരില്ലേ, ആ ഖുർആൻ പഠിപ്പിക്കുന്നവരില്ലേ, അവരെ കുറിച്ചാണോ ഗീബത്ത് പറയുന്നത്? എന്നാൽ അത് കബീറത്തുൻ, അത് വലിയ പാപമാണ്. എന്തേ കാരണം? ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടവരാണ്. ഖുർആൻ പഠിച്ചവരും ഖുർആൻ പഠിപ്പിക്കുന്നവരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരെ ഗീബത്ത് പറയേണ്ടവരല്ല. അതുകൊണ്ട് അവരെ ഗീബത്ത് പറയുന്നത് വലിയ തെറ്റാണ്. അതേ സമയത്തോ മറ്റുള്ളവരെ കുറ്റം പറയലോ അതും നല്ലതൊന്നുമല്ല. മറ്റുള്ളവരെ ഗീബത്ത് പറയലോ അതും നല്ലതൊന്നുമല്ല. പിന്നെയോ മറ്റുള്ളവരെ ഗീബത്ത് പറയുന്നതും പാപമാണ്, ചെറിയ പാപമാണ്. എന്നാൽ മറ്റുള്ളവരെ ഗീബത്ത് പറയുന്നതിനേക്കാൾ വിവരമുള്ള ആലിമീങ്ങള്, അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങള്, റബ്ബിന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്തുന്ന ആലിമീങ്ങള്, പോരാ ഖുർആൻ പഠിച്ച മഹാന്മാര്, ആ പഠിച്ച ഖുർആനിനെ പ്രചരിപ്പിക്കുന്ന മഹാന്മാര്, അവരെ കുറിച്ച് കുറ്റം പറയുന്നത് വലിയ തെറ്റാണ് കേട്ടോ. അവരെ ഗീബത്ത് പറയുന്നത് വലിയ തെറ്റാണ് കേട്ടോ. എന്തേ കാരണം? ഈ മഹാന്മാര് പോയ വഴി ചൊല്ലെങ്കിൽ ഏതത്? ആ പോയ വഴി സഫായ ഉണ്ടാവും. അതിൽ പോവാൻ എളുപ്പം, ഞമ്മ വേണമെന്ന് വെക്കണമെന്ന് മാത്രം. സപ്പായ എന്ന് പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പപ്പായ അല്ല, സപ്പായ.
ഈ ചില ഖബർസ്ഥാനിൽ പോയെങ്കിൽ കാണും എന്ത്, ചില ഖബറിന്റെ അടുത്തേക്ക് പോകാൻ റൂട്ട് തന്നെ ഇല്ല. എന്തേ ചൊല്ലി? അയാളെ ഇന്ന് വരെ അങ്ങോട്ട് പോയിട്ടില്ല. മരിച്ചിട്ട് അന്ന് ബാപ്പാനെ മറവ് ചെയ്തിട്ട് ആ 3-ന്റെ അന്നൊന്ന് പോയിണ്ടാവും, അതിന്റെ പിന്നെ പോയിട്ടേ ഇല്ല. എല്ലാം പുല്ല് പിടിച്ച്. അതേ സമയത്ത് പിന്നൊരു ഖബറുണ്ട്, ആ ഖബറിന്റെ അടുത്തേക്ക് പോകുന്ന റൂട്ട് ഫുള്ള് സഫായി നല്ല പോവാൻ പുല്ലുണ്ട്. എന്നാൽ എല്ലാം പുല്ല് ചവിട്ടിയിട്ട് ക്ലിയർ ആയി അങ്ങോട്ട് ഖബറിന്റെ അടുത്തേക്ക് എത്താൻ കഴിയും. എന്താ കാരണം അറിയോ? എല്ലാ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച അടക്കം എല്ലാ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ആ ബാപ്പാന്റെയും ആ ഉമ്മാന്റെയും മോന് ഖബറിന്റെ അടുത്ത് പോയിട്ട് സിയാറത്ത്. ഇന്ന് പുതിയൊരു ട്രെൻഡ് വന്നിട്ട് എല്ലാത്തിലും ട്രെൻഡ് ഉള്ളത് പോലെ സിയാറത്തിലും ട്രെൻഡ്. എന്തെന്നറിയാം? പെണ്ണുങ്ങന്മാരെല്ലാം ഖബർ സിയാറത്തേക്ക് പോകുന്നത്. ഏത് ഔലിയാക്കളെ ഖബർ സിയാറത്തിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളെ നാട്ടിലത്തെ ഖബർസ്ഥാനിലേക്ക് പെണ്ണുങ്ങന്മാർ പോകുന്നത്. ഓ ബാപ്പാനെ നിരിക്കുന്നു, പോകാതിരിക്കാൻ കഴിയുന്നില്ല. ബാപ്പാനെ നിരിക്കുന്നു. എപ്പ നിരിക്കാൻ തുടങ്ങിയ? ബാപ്പാനെ മരിച്ചപ്പോ. അതുവരെ ഹയാത്തിലുണ്ടായപ്പോ ഒന്നും ബാപ്പാനെ നിരിച്ചിട്ടില്ല. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, സാധാരണ ഖബറിലേക്ക് പെണ്ണുങ്ങൾക്ക് പോകാനില്ല ഉമ്മ. ആണുങ്ങൾക്ക് പോവാം. പെണ്ണുങ്ങൾക്ക് ഇതാ മൂളൂർ ഉമ്മിയത്തടക്കം മഹാന്റെ അടുത്തേക്ക് വരാം, മദീനത്തേക്ക് പോവാം. മഹാന്മാര്, ഔലിയാക്കൾ, അമ്പിയാക്കള് അവർ ഖബറിന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾക്ക് പോവാം. സാധാരണ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത് നല്ലതല്ല, പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പോയെങ്കിൽ കുറ്റം കിട്ടൂന്ന, ശിക്ഷ കിട്ടൂന്നല്ല, പക്ഷെ അതിന് നമ്മൾ സപ്പോർട്ട് ആക്കേണ്ടതല്ല. അത് പോയില്ലെങ്കിലാണ് നല്ലത്, പോകാതിരിക്കലാണ് നല്ലത്. അങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്. ഇപ്പൊ എല്ലാ ബുർക്കട്ട് പെണ്ണുങ്ങന്മാരെല്ലാം ഖബർസ്ഥാനൊക്കെ പോകുന്നത് സിയാറത്താക്കാണ് പറഞ്ഞിട്ട്. എന്നിട്ട് വേറെ ഒന്നുണ്ട്, ഭർത്താവ് മരിച്ചാല് ഭാര്യ ഒന്ന് ഇരിക്കുന്നില്ല കട്ടിലിന്റെ മേലെ. അതിനെന്ത് പറയുന്നത് നിങ്ങളുടെ? ചൊല്ലിട്ട് നോക്കാം. അള്ളാഹു ഞങ്ങളെ ഭാര്യമാർക്കൊന്നും അതിന് വിധി കൂട്ടണ്ട. ഇപ്പൊ ഒന്ന് ആമീൻ ചൊല്ലി. ചൊല്ലെങ്കിൽ നിങ്ങൾ വേഗം മരിച്ചിരണ്ടാന്ന്. അതിനും ആമീൻ ചൊല്ലുന്നില്ല. ഒക്കെ എന്തേ കാരണം? വെടിഞ്ഞിന് ജീവിച്ചിട്ട് എപ്പറൊക്കെ പോയിട്ടില്ല. ഇത് അങ്ങനെയല്ല ചിന്തിച്ചിരണ്ട. മഹാന്റെ മക്കവറവിടെ ദുആക്ക് ബേഹിച്ച് ഹിജാബത്ത് കിട്ടു. പിന്നെ ഞാൻ ഉത്തരവാദിയല്ലവാ. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ എന്നാ ഞാൻ പറയട്ടെ. അതിനെന്ത് പറയുന്നേ? മരലിരിക്കുന്നേ. അപ്പൊ ഒരു കോൾ വരുന്നത്, ഉസ്താദെ ഏളാമന്റെ മക്കളെ നോക്കാൻ പറ്റുവാ? എപ്പോ? മരലിരുന്ന പിന്നെ ഉസ്താദ് അങ്ങനെ നോക്കാമോ ഉസ്താദ്, ഇങ്ങളെ നോക്കാമോ ഉസ്താദ്? ഇപ്പൊ മരലിരുന്നപ്പോ അപ്പൊ മാത്രം ഒന്ന് കാര്യത്തില് ഉസ്താദെ മരല് ഇരുന്നെങ്കിൽ ഉസ്താദെ അങ്ങനെ നോക്കാമ? മൂത്തോണ്ട മക്കളെ നോക്കമ, കുയ്മയുടെ മക്കളെ നോക്കമ, മൂത്തമ്മയുടെ മക്കളെ നോക്കമ, മൂത്തമ്മച്ചിന്റെ മക്കളെ നോക്കമ. നോക്കാമെങ്കിൽ എപ്പോഴും നോക്കാം. മരലിരുന്നപ്പോ നോക്കാം, അല്ലാത്തപ്പോ നോക്കാം. നോക്കാൻ പാടില്ല എങ്കിൽ മരലിരുന്നപ്പോഴും നോക്കാൻ പറ്റൂല, അല്ലാത്തപ്പോഴും നോക്കാൻ പറ്റൂല. പിന്നെ മരലിരിക്കുമ്പോ മാത്രം പ്രത്യേകം ആ സമയത്ത് കുറച്ച് ചോദിക്കുന്നത് നല്ലത്, ശ്രദ്ധിക്കുന്നല്ലേ. എന്നാൽ എപ്പോഴും നോക്കാൻ പാടില്ലാത്തത് എപ്പോ നോക്കാൻ പാടില്ല, നോക്കാൻ പറ്റിയത് എപ്പോ നോക്കാം. എന്നാ ഈ മക്കൊരു ആശ. എന്ത് ഈ മക്കൊരു ആശ? എന്ത്? മരം നനച്ച ഉടനെ ഈ ആദ്യം തന്നെ മോനോട് പറഞ്ഞു വെച്ചു, മോനെ ഞാൻ മരം നനച്ച ഉടനെ ബാപ്പാന്റെ ഖബറിന്റെ അടുത്തൊന്നൊന്ന് കൊണ്ടുപോണോ? ഈ മൊക്കും ഭർത്താവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകാൻ ആശ. അങ്ങനൊന്നും ഇല്ല ഉമ്മ ഇസ്ലാമിൽ. നിങ്ങൾ പഠിക്കണോ? നിങ്ങൾ വിചാരിച്ചനുസരിച്ച് നടക്കലല്ല ദീന്. ഇവിടെ ദീൻ അനുസരിച്ച് നടക്കലാണ് ദീന്. അങ്ങനല്ലേ? എനിക്ക് തോന്നിയതുപോലെ നടക്കല ദീന്. ഒക്കെ വണ്ടി പോകുന്നിടത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കല, സ്റ്റിയറിംഗ് തിരിക്കുന്നിടത്തേക്ക് വണ്ടി പോകണു. അങ്ങനെ എന്റെ ക്രമം അങ്ങനെ. അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ നടക്കാനല്ല ഇവിടെ ദീന്. ഇവിടെ ദീൻ പറഞ്ഞതനുസരിച്ച് നടക്കലാണ് ദീന്. അതുകൊണ്ട് ഞാൻ എന്റെ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങൾക്ക് തോന്നിയതനുസരിച്ച് നടക്കലല്ല ദീന്, കാട്ടിക്കൂട്ടലുകളല്ല ദീന്. ദീന് നിങ്ങളോട് എന്ത് പറഞ്ഞുവോ അതനുസരിച്ച് നടക്കലാണ് ദീന്. അതിനപ്പുറം ഒരു ദീന് വേറെ ഇല്ല. അതുകൊണ്ട് മരം നനച്ചിട്ട് നേരെ പോന്നെ ഒരു ആക ചേഞ്ച് ആക്കുന്നല്ലോ, അങ്ങനെ നേരെ പോന്നെടുക്ക് മരം നനച്ചിട്ട് ഭർത്താവിന്റെ ഖബറിനടുത്ത്. അങ്ങനെയല്ല ഉമ്മ കുറെ നോദിക്കോ ഖുർആൻ. നിങ്ങൾ അമ്പിയാക്കൾ മദീനത്തേക്ക് പോയിക്കോളി, മഹാന്മാരുടെ അടുത്തേക്ക് പോയിക്കോളി. അതങ്ങനെയാണ്, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഇത് വെറുതെ ഇല്ലാത്തത് പറയുന്നല്ല. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്മാരെ പോയ വഴി,
അത് നല്ല സപ്പായായിട്ടുണ്ട്. അതിലൊന്ന് കയറി ചെല്ലാനേ ഉള്ളൂ. ജനങ്ങളെ, യുവാക്കളെ, ആ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഈമാനുള്ളവന്റെ കണ്ണ് നനയാതിരിക്കില്ല. അറിയുമോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓ എന്റെ വാല കേൾക്കുന്ന ബാല്യക്കാരെ, എന്റെ വാല കേൾക്കുന്ന യുവാക്കളെ, ചെറുപ്പക്കാരെ, അവരുടെയൊക്കെ ചരിത്രം വായിച്ചാൽ ഞാനും നീയും അല്ലാഹുവിന്റെ ദീനിന് ഇതുവരെ ഓടി നടന്നതും ചെയ്തതും ഒന്നും മതിയായിട്ടില്ല. ഏടുക്കും മതിയായിട്ടില്ല, എവിടേക്കും മതിയായിട്ടില്ല. ഒരൊറ്റ ചരിത്രം മനസ്സിലാക്കിയാ മതി. അറിയില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? ഞമ്മ ഇപ്പൊ ദീനിനെ എന്താക്കിനെ? എന്തു ആക്കിയിട്ടില്ല. ഞമ്മ ദൂരെ ദൂരെ പോന്നെ. എന്നിട്ട് പറയുന്നില്ല ഓണ്ടെങ്കിൽ ഞാൻ ഇല്ല. എന്ത് വിഷയത്തിന്? നിങ്ങൾ നോക്കി, പള്ളിന്റെ വിഷയത്തിന്. പള്ളിന്റെ വിഷയം, പള്ളി ആരെ പള്ളി? പള്ളി അള്ളാന്റെ പള്ളിയല്ലേ. അള്ളാന്റെ പള്ളിന്റെ വിഷയത്തിൽ ഓൻ സഹകരിക്കണമെങ്കിൽ ഓൻ പറയുന്നത് എന്താണെന്നറിയാ? അയാളുണ്ടാ, അയാളുടെ ഞാൻ ഉണ്ടാവൂല, നീ നടാ, നീ നടാന്. അയാൾ ഉണ്ടെങ്കിൽ അയാൾ ഉണ്ടാവാൻ പാടില്ല, ഇയാൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ പള്ളിന്റെ വിഷയത്തിന്? നമ്മളെ പൊരന്റെ വിഷയത്തിന് പറയാം. എന്ത്? എന്റെ പൊരൽ ഞാനത്, എന്റെ പൊര അത് ഓൻ നോക്കണ്ട, അത് എന്റെ പൊരന്റെ കാര്യം ഞാൻ നോക്കാം. ഈ പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ പൊരല്ലേ, ബൈത്തുല്ലാഹ്, അള്ളാന്റെ ഭവനമല്ലേ പള്ളി. ആ പള്ളിയിൽ ഓൻ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, ഓൻ അത് ചെയ്യുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഞാൻ പറയട്ടെ, ഇതാണ് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം. ഇതാണിപ്പോ ഞമ്മ ദീനിക്ക് വേണ്ടി ഭയങ്കര ആക്കുന്നോ ചൊല്ലുന്നതിന്റെ അവസ്ഥ. ഇത് എങ്കിൽ ഏടുക്കും ഇത് എത്തിയിട്ടില്ല. യുവാക്കളെ, ചെറുപ്പക്കാരെ, നമ്മുടെ ദീനിന്റെ പ്രവർത്തനം എവിടേക്കും എത്തിയിട്ടില്ല. അറിയുമോ? ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ബുഖാരി ഇമാം ഒരൊറ്റ രാത്രിയിൽ, അറിയുമോ, മഹാനവരികളെ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാണ്. ഉറക്കിൽ നിന്ന് പെട്ടെന്നങ്ങ് ഉണരുന്നു. ഉണർന്നിട്ട് വേഗം വിളക്ക് കത്തിക്കുന്നു. എണീറ്റ ഉടനെ വിളക്ക് കത്തിക്കുന്നു. ഇന്നത്തെ പോലെ സ്വിച്ച് ഓൺ ചെയ്യലല്ല, റിമോട്ട് അമർത്തലല്ല, ഇല്ലേ? സ്വിച്ച് ഓൺ ചെയ്യലല്ല, റിമോട്ട് അമർത്തലല്ല. ഇന്നിപ്പോ എസിക്ക് മാത്രമല്ല റിമോട്ട്, ഫാനക്ക് റിമോട്ടായി പോയി. പണ്ട് ഫാൻ എങ്ങനെയാണ്? വീട്ടിൽ സ്വിച്ച് ഇട്ടാലാണ് ഫാന് കറങ്ങുക. ഇന്ന് സ്വിച്ച് ഇടണമെന്നില്ല, കയ്യിൽ നിന്ന് റിമോട്ട് അമർത്തിയാൽ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ആക്കാൻ കഴിയും. എന്തിന് പറയണം? വീട്ടിലേക്ക് വരുന്ന മെയിൻ ഗേറ്റ് പോലും റിമോട്ടിൽ കൺട്രോൾ ആണ്. ഞങ്ങളുടെ നാട്ടിലൊരു ആചാരമില്ല. ഓക്കെ, എന്താ ആചാരം? പൊരന്റെ ഗേറ്റ് പോലും കറാമത്തുള്ള ഭാവം. അപ്പൊ ആചാർക്ക് എങ്ങനത്തെ കറാമത്തുണ്ടാവും? എന്ത് ഗേറ്റ് കറാമത്ത്? ഞങ്ങൾ അതിന്റെ മുന്നിൽ പോയി നിന്നാ മതി, ഗേറ്റ് മനസ്സിലാന്ന്. ഞങ്ങൾ അവിടെ വന്നിനോ? അപ്പൊ ഗേറ്റ് അപ്പുറം പോകുന്നു. ഷോപ്പിംഗ് മോൾക്ക് പോയി, ഷോപ്പിംഗ് മോളിൽ പോയി നോക്കിയപ്പോ ഗ്ലാസ് അപ്പുറന്ന്. അത് കറാമത്തല്ല, അത് സംവിധാനാണ്. ഇന്നത്തെ സംവിധാനമാണത്. എന്നാല് എന്നാ ഞാൻ പറയട്ടെ, എന്നാൽ എല്ലാം റിമോട്ടിൽ കൺട്രോൾ ആണ്. പഴയ കാലം അങ്ങനെയല്ല, ഇല്ലേ ഉമ്മമാരെ? ഇന്ന് പൊറന്റെ ഉള്ളിൽ ഒരു യന്ത്രം ഇങ്ങനെ നിലചക്രം പോലെ, നിലചക്രം എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടാക്കിനെ കണ്ടിനെ? നിലചക്രം ഒന്ന് കണ്ട് ഇല്ല, കണ്ടിട്ടില്ല. അതിങ്ങനെ കറങ്ങും പോലെ ഇന്ന് വീട്ടിന്റെ ഉള്ളിൽ ഒരു യന്ത്രം ഇങ്ങനെ കറങ്ങാണ്. എന്തറിയോ? കാട്ടെടുക്കുന്നത്, കാട്ട പൊരന്റെ കാട്ട ക്ലീൻ ആക്കുന്നത്, പൊടി ക്ലീൻ ആക്കും, ധൂള് ക്ലീൻ ആക്കും, ഇല്ലേ? അതിങ്ങനെ വിട്ടിട്ട് പറഞ്ഞയച്ചാൽ മതി. ബിസ്മില്ല, പോ, എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ട് ബാ, എല്ലാം പോവും, എല്ലായിടത്തും കാട്ടെല്ലാം എടുക്കും, ക്ലീൻ ആക്കും, എന്നിട്ട് എല്ലാം വെച്ച സ്ഥലത്തേക്ക് വന്ന് തിരിച്ചെത്തും. ഇല്ല, നിങ്ങൾ ഉമ്മയെ തർക്കത്ത് പൊരലെല്ലാം എത്തിനാന്ന് എനിക്കറിയില്ല. ഇത് പറയാൻ പേടിയാന്ന്, കാരണം ചില പെണ്ണുങ്ങന്മാർ മാപ്പിളമാരുടെ നാളെ പറയും ഞങ്ങളെ പൊരക്കും അങ്ങനത്തെ ഒന്ന് കൊണ്ടുവരാവാ. ഞാനിത് പറഞ്ഞത് എന്ന പണ്ട് അങ്ങനെയല്ല. പണ്ട് എല്ലാം കൈകൊണ്ടാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരെ, എന്തിനാണ് ഞാനിത് പറയുന്നത്? വെറുതെ സമയം കൊല്ലാനല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. വെറുതെ നേരം പോക്കിനല്ല, അങ്ങനെ ആരും കരുതണ്ട.
മുൻഗാമികൾ പോയ വഴി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവർ പ്രവർത്തിച്ച വഴി, അതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നത്? ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങിയാൽ ഉറക്കിൽ നിന്നങ്ങ് ഉണരുകയാണ്. എന്നിട്ടതാ വേഗമങ്ങ് വിളക്ക് കത്തിക്കുന്നു. കിടന്നപ്പോൾ മഹാനവരുകൾക്ക് ഉദിച്ച ഒരു ആശയമാണ്, ഒരു ഇൽമാണ്. അതിങ്ങനെ മഹാനവരുകൾ എഴുതി വെക്കുകയാണ്. ആ നേട്ടം ഇങ്ങനെ എഴുതി വെക്കുകയാണ്. കിടക്കുമ്പോഴും അവര് കുറെ കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. എത്രയോ കാര്യം അതേ കിടന്നപ്പോൾ ഉറക്ക് പിടികൂടുന്നതിന് മുമ്പ് കിടന്നപ്പോൾ കൽബിൽ ഉദിച്ച എത്ര ഇൽമകളുണ്ട്. കാരണമെന്തേ? മഹാന്മാരുടെ ഹൃദയവും മഹാന്മാരുടെ മനസ്സും എന്റേതും നിങ്ങളുടേതുമായ ഹൃദയങ്ങളെ പോലെയല്ല, മനസ്സുകളെ പോലെയല്ല. മഹാന്മാരുടെ കൽബിൽ ഉദിക്കുന്നത് മുഴുവനും വലിയ ഇൽമാണ് കേട്ടോ, വലിയ ഇൽമുകളാണ് കേട്ടോ, അറിവുകളാണ് കേട്ടോ. ആ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരിങ്ങനെ ഉറങ്ങുമ്പോ ഉറക്കം പിടിക്കുന്നത് വരെ കുറെ കാര്യം ഇങ്ങനെ കൽബിൽ ഇങ്ങനെ നടത്തും. ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങൾക്കൊരു ഉറക്കുണ്ട്, നിങ്ങളെ നാട്ടുകാർക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ രണ്ട് കൈയും തലന്റെ അടിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉറക്ക് ഇല്ലേ ഇല്ലേ ഒരു കാലിന് മേലെ പിന്നെ ഒരു കാലിനെ ഇട്ടിട്ട് കാല് നീട്ടിയിട്ട് രണ്ട് കൈ തലയണ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഉറക്കം. അതിങ്ങനെ ഉറങ്ങുമ്പോ എന്തെല്ലാം ചിന്ത വരുന്നു അല്ലേ? ഓൻ ചിന്തിച്ച് 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 അന്ന് പകല് ഓനൊരു പാമ്പിനെ കണ്ടിന. അന്ന് പോൽമാന ഓനോന്റെ പുരക്ക് വരുമ്പോ നിസ്കരിച്ചിട്ട് പള്ളിന്ന് പുരക്ക് വരുമ്പോ ഒരു പാമ്പിനെ കണ്ടിന. ഓം പിന്നെ ഉച്ചക്ക് അതെന്നെ നിരിച്ചിട്ട് കിടന്നിനെ. പാമ്പ് റബ്ബേ, ഈ കട്ടിലിന്റെ അടിയിൽ പാമ്പുണ്ടാ? ഫാൻ്റെ അവിടെ എവിടെങ്കിലും പാമ്പ് കുടുങ്ങിന? ജനലിൽ എവിടെങ്കിലും പാമ്പ്? അന്ന് രാത്രി ഉണ്ടല്ലേ ഓ സ്വപ്നം കണ്ടല്ലേ എന്തിന്റെ പാമ്പിന്റെ സ്വപ്നം കണ്ട. അപ്പൊ ഓന്റെ മനസ്സ് ചൊരിയാൻ തുടങ്ങി, ആരോ എനിക്ക് മാട്ടാക്കിനാരി, ശത്രുക്കളുള്ള ആരാ ചൊല്ലിനാരി. എന്ത്? പാമ്പിന്റെ സ്വപ്നം കണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ആരോ ചൊല്ലിനാരി. ഇത് നോക്കുമ്പോ അന്ന് രാത്രി ആരായിരിക്കും ശത്രു? ശത്രു വേറാരുമല്ല, ഓനെന്നെ നിരക്കരന്റെ ഒത്തിന്റെ പുറക്കാരന്, ഓനെന്നെ ശത്രു മനസ്സിനുണ്ടാക്കിയെടുത്തു. അപ്പൊ ആരടുത്തോ പോയപ്പോ അയാൾ പറഞ്ഞ്, എങ്ങനത്തെ സൈസ് ഉണ്ട് റബ്ബേ. ഞാൻ പറയട്ടെ, ചമ്മ ചികിത്സന്റെ ബാക്കിൽ പോയിരണ്ട. നല്ല നല്ല ചികിത്സക്കാരുണ്ട് ഉമ്മമാരെ. ഈ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ സൂക്കടും ചികിത്സന്റെ ബാക്കിൽ തന്നെ പോന്നെ. ഏടെങ്കിലും ഒരാള് മേശന്റെ അപ്പുറത്ത് ഇരിക്കുന്നെന്ന് കേട്ടെങ്കിൽ മതി, ഓർ ഓടിട്ടായി ബുർക്കോ ഇട്ടിട്ടും മുഖം മുച്ചിട്ടും അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ഉസ്താദേ, അങ്ങനെയാന്ന് ഉസ്താദേ, ഇങ്ങനെയാന്ന്. എല്ലാരും ഇങ്ങനെയാണെന്നല്ലോ ഞാൻ പറയുന്നേ. ഞാൻ പറയുന്ന ഉമ്മമാരെ, നിങ്ങൾ പോവണ്ടെന്നല്ല. കഷ്ടം വരുമ്പോ രണ്ട് പരിഹാരമുണ്ട്. ഭൗതികമായ പരിഹാരമുണ്ട്, ആത്മീയമായ പരിഹാരമുണ്ട്. ആത്മീയമായ പരിഹാരമാണ് ഈ മന്ത്രം. അതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണ്, ഇല്ലാത്തതൊന്നുമല്ല. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, സ്വഹാബത്ത് പറഞ്ഞതിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അതൊന്നും എതിർക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഈനെന്നെ എപ്പാ നോക്കിയാലും ഞങ്ങക്ക് മാട്ടന്നെ പോ, വേറെ ഒന്നുമില്ല. ഇല്ലേ ഓ എപ്പം പറയുന്നെ ഇത് ആരോ മാട്ടാക്കിനാരോ ഉസ്താദ്. എന്ത് കണ്ടിട്ട് മാട്ടാക്കണോ? എന്തുണ്ട് ചൊല്ലിട്ട് അല്ല. ഞാനിത് വെറുതെ പറയാം. മാട്ടാക്കുന്നവരുള്ളാര് ഇല്ലാന്നല്ല, സിഹറാക്കുന്നവരുള്ളാര് എല്ലാം ഉണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് എപ്പോഴും ഈ മാട്ടം സിഹർ തന്നെ അങ്ങനൊന്നുമില്ല. രാത്രി ഇങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോ പാമ്പിനെ കണ്ട്. എന്തേ വന്ന് പോൽമാന പാമ്പ് കണ്ടപ്പോ അതേ നിരിച്ചിട്ട് കിടന്നിനെ. കട്ടിന്റെ അടിയിൽ പാമ്പുണ്ടാ, ഫാന്റെ ലിമിറ്റ് പാമ്പുണ്ടാ, എസിന്റെ സൈഡിൽ ഫാമ്പുണ്ടാ, കണ്ട പാമ്പുണ്ടാ. ഇത് നിരിച്ചിട്ട് കിടന്നെങ്കിൽ അതെന്നെ കാണൂ. എന്തിനെ നിരിച്ചിട്ട് കിടക്കുന്നോമോ അതെന്നെ കാണും. അപ്പൊ ആരോ ചൊല്ലി പാമ്പിനെ കണ്ട അപ്പൊ ശത്രു ഉണ്ട്. ആ ശത്രു ആറ് ഉസ്താദേ, അത് ആറ് എന്ന് നിനക്ക് സ്വപ്നത്തിൽ കാണും. ഓന്റെ ശത്രുവിനെ സ്വപ്നത്തിൽ കാണിക്കാൻ ഇപ്പോൾ
നിങ്ങൾ സ്വപ്നത്തിൽ കാണും. സ്വപ്നത്തിൽ കാണും. അപ്പൊ ഓൻ എന്താക്കി, നേരക്കാരനെ ഓന്റെ തിരിച്ചിട്ട് എന്നെ ഉറങ്ങിപ്പോ. സ്വപ്നത്തിൽ കാണുന്ന രംഗം ഞാൻ പറയുന്നേ. ഓനക്ക് മനസ്സിലായി ഇത് നിരക്കാരൻ്റെ, അവൻ എന്നെ ശത്രു, വേറെ ആരുമല്ല. ഓൻക്കന്നെ എന്നോട് കുറച്ച് അസൂയുണ്ട്. ഞാനിപ്പോ പുതിയൊരു കാറെല്ലാം വാങ്ങിയപ്പോ. അപ്പൊ എന്താക്കിയെന്നറിയോ, നിരക്കാരൻ്റെ അയാൾ എന്നെ നിരിച്ചിട്ട് ഓൻ കിടന്നു. അന്ന് ബന്ധന്നല്ല അയാൾ ഇങ്ങനെ സ്വപ്നത്തിൽ. ആര്? നിരക്കാരൻ്റെ. പിറ്റേന്ന് സുബൈക്ക് തിരിയനോട് വന്നിട്ട് ഇയാൾ പറഞ്ഞ ഭാര്യനോട്, അയാൾ ചൊല്ലിനെ ഭയങ്കര മരുന്ന് ചികിത്സാവാ, അയാൾ ചൊല്ലിനെ ഉക്കവാ, കണ്ടെന്നല്ലേ ഞാൻ ശത്രുവിനെ കിണാവില് അല്ല കാണിച്ചു തന്നെ. അല്ലല്ല കാണിച്ചേ, ഇബ്ലീസ് കാണിച്ചേ. മനസ്സിൽ എന്ത് നിരിച്ചിട്ട് കിടക്കുന്നോ അത് കാണും. അതുകൊണ്ട് ആരെയല്ല ശത്രുവായി കാണണ്ട. ഞങ്ങൾക്ക് ആരും ശത്രു ഇല്ല. ഞങ്ങളെ നിരക്കാരൻ്റെ ഒരു ശത്രുവല്ല, ഞങ്ങളെ കുടുംബത്തോൻ ശത്രുവല്ല, ഞങ്ങളെ നാട്ടുകാരൻ ശത്രുവല്ല. ഞങ്ങളെ ശത്രു ആരെ? വഖാലിഫിൻ നഫ്സ ശൈത്താന വഅസ്ഹിമാ വഇൻഹുമാ മഹദാ കന്നുസുഅഫത്തഹിമി. ചൊല്ലൊരു ജോറനക മദീനത്തക സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കാൻ പാടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ വേഗമങ്ങ് ഉറക്കം വരൂല. കിടന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ ദീനിന് ഉപകരിക്കുന്ന കുറെ വിഷയങ്ങൾ മഹാനവറുകളെ മനസ്സിൽ ഇങ്ങനെ ഉദിക്കൂ. അത് ഖുർആനിന് എതിരാകാത്തതാണ്, ഹദീസിന് എതിരാകാത്തതാണ്. ഉടനെ മഹാനവറുകൾ അവിടുന്നതാ ഉണർന്നിട്ട് വേഗമങ്ങ് പോയിട്ട് വിളക്ക് കത്തിക്കൂ. മഹാന്മാരെ കിടന്നുറങ്ങിയാൽ വേഗം ഉറക്കം വരൂല. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കൂ. ഞങ്ങ അങ്ങനെ കിടന്നെങ്കിലും ഞങ്ങൾക്ക് എന്തും ചിന്ത വരുന്നില്ല. ഞങ്ങൾ കിടക്കേണ്ട താമസേ ഉള്ളൂ. ഉറക്കം പിടിച്ചു പോയി, വല്ലാത്ത ഉറക്കാണ്. വേഗം ഉറങ്ങണോ? പഴയ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഇശാ കഴിഞ്ഞിട്ടും മൊബൈൽ നോക്കിയിരിക്കുന്ന സമയമാണ്. യൂട്യൂബിൽ ഇൽമ പഠിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓ വാല കേൾക്കുന്ന ആണുങ്ങളെ, മറക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ, രണ്ട് വിഭാഗത്തോടും ഞാൻ ഇത് പറയുകയാണ്. പഴയ ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് ഇശാ കഴിഞ്ഞാൽ വേഗം അങ്ങ് പോയി കിടന്നുറങ്ങുന്ന സ്വഭാവമാണ്. അത് നല്ലൊരു സ്വഭാവമാണല്ലോ. ഇശാ കഴിഞ്ഞാൽ വേഗം പോയി കിടന്നുറങ്ങുന്ന സ്വഭാവം അത് നല്ലൊരു സ്വഭാവമാണ്. ഇന്ന് ആ സ്വഭാവം അങ്ങ് ഇല്ല. ഇശാ കഴിഞ്ഞാൽ വന്നിട്ട് കുറെ നേരം മൊബൈൽ ഇങ്ങനെ നോക്കുന്നേ. അമേരിക്കയിൽ എന്തായി, അവിടെ എന്തായി, ഇവിടെ എന്തായി, ഇവിടെ തീ പിടിച്ച്, മറ്റടുത്ത് തീ പിടിച്ച്, അങ്ങനെയായി ഇങ്ങനെയായി പലതും ഇങ്ങനെ വീഡിയോ. ആരാന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്, കോമഡി ക്ലിപ്പുകൾ നോക്കി ചിരിക്കുകയാണ്. വാട്സപ്പിന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ തമാശകൾ വെറുതെ ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ചിരിക്കുകയാണ്. അത് ഇശാഇന് ശേഷമുള്ള സമയമല്ല. ഇശാഇന് ശേഷം വർത്താനം പറഞ്ഞിരിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തതാണ്. ഇശാഇന്റെ മുമ്പ് ഉറങ്ങുന്നതും നബി തങ്ങൾ വെറുത്തതാണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, വീട്ടിൽ ചെറിയ മക്കളെ ഇശാക്ക് മുമ്പ് ഉറങ്ങാൻ വിടാൻ പാടില്ല. പഴയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇശാന്റെ മുമ്പ് ഉറങ്ങാൻ വിടുന്നില്ല വീട്ടിൽ പുള്ളനെ. മക്കളെ വിടുന്ന ഉറങ്ങാന്. ഇന്ന് മക്കൾക്ക് ഇശാ എന്ത് വ്യത്യാസം ഒന്നുമില്ല. എപ്പോ ഉറക്കം വരുന്നു ഉറങ്ങും തന്നെ. എപ്പം ഉറക്കന്നെ. അങ്ങനെ ആവരുത്. ഇശാഇന്റെ മുമ്പ്, മഗ്രിബിന് ശേഷം ഇശാഇന്റെ മുമ്പ് ഉറങ്ങൽ നല്ലതല്ലാത്ത സമയമാണ്. ഒന്ന്, നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ കഴിഞ്ഞാൽ ഇങ്ങനെ ബർദേക്കും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹു വേണ്ടിയിരുന്നു ഇന്ന് ആരും വർത്താനം പറയാനിരിക്കൂലായിരുന്നു. ഇന്ന് അങ്ങനത്തെ ആളുകൾ നാട്ടിലില്ലാതെയായി പോയതാ പ്രശ്നോ. പണ്ടെല്ലാം ഓരോ നാട്ടില് ഓരോ ആളുകൾ ഉണ്ടായിരുന്നു. ഓരെല്ലാവർക്കും പേടിയായിരുന്നു. അയാളെ പേടിച്ചിട്ട്
താളത്തിൽ പോയിട്ട് കോലം കെട്ടാത്ത കാലം ഉണ്ടായിരുന്നു പണ്ട്. താളത്തിൽ പോയെങ്കിൽ എന്താക്കുന്നില്ല, എന്തും അധിക പ്രസംഗം കാണിക്കുന്നില്ല, ചന്തത്തിൽ പോന്നാല് വരുന്നാല്. എന്താ കാരണം? അവിടെ അയാളുണ്ട്, അയാൾ ഭയങ്കര ഡേഞ്ചറുള്ള ആള്. ഇന്ന് ഡേഞ്ചർ എല്ലാം പോയി, ഇന്ന് പഞ്ചറായി. ഇന്ന് ഡേഞ്ചർ പോയിട്ട് പഞ്ചറായി. ഇന്ന് ആർക്കും ആരെ പേടിയില്ല, നാട്ടിൽ ആരും ഇല്ല, പേടിക്കേണ്ടവർ നാട്ടിലില്ല. എന്താ കാരണം? എല്ലാം വീക്ക്നെസ് ഉള്ളവൻ തന്നെ, എല്ലാം വീക്ക്നെസ് ഉള്ളവൻ തന്നെ. വലിയ ആളെന്ന് മനസ്സിലാക്കിയവനും വീക്ക്നെസ് തന്നെ ഉള്ളേ പോ. അപ്പൊ പിന്നെ ഓനെ പേടിപ്പിച്ച ജാഗ്രത, നിന്റെ എല്ലാ വിഷയം ഞാൻ കുട്ടുറട്ടാക്കും. വേണ്ട, പണ്ടങ്ങനല്ല. ദീനിൽ ഉറച്ചു നിന്നിരുന്ന ഹിരിയന്മാര് നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ മുന്നില് താളത്തിൽ പോയിട്ട് കോലം കെട്ടുക, തുള്ളുക, ചാടിക്കളിക്ക, കട്ടിലിന്റെ അടിയിൽ കട്ടിതേക്കുന്ന അതൊന്നും നടക്കൂല. എന്താ കാരണം? പ്രായമുള്ള ആളുകൾക്കെന്നൊരു നിലയും വിലയും ഉണ്ടായിരുന്നു. അവരതനുസരിച്ച് നടക്കുന്ന ആളുകളായിരുന്നു. ഇന്നതില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകളെ എല്ലാവർക്കും വലിയ പേടിയാണ്. അതുകൊണ്ടാണ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വറ പറഞ്ഞിരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടാൽ മഹാനവരുകൾ അത് തടഞ്ഞു വെക്കുമായിരുന്നു. ഇശാ കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ ബൈക്കിലും മറ്റും പോയി കണ്ടു കാണുന്ന ആംബ്ലേറ്റിന്റെ പീഡന്റെ മുന്നിൽ എഴുത്തിക്കാഫ് നിൽക്കുന്ന രംഗമില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെങ്കാലും കണ്ടാൽ അത് തടയുമായിരുന്നു. കാരണം ഇശാ നിസ്കാരത്തിന് ശേഷം സ്വറ പറഞ്ഞിട്ടിരിക്കുന്നത്, ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിരിക്കുന്നത് ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതേ സമയത്ത് ദീനിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടുന്നതിന് വിരോധമില്ല. ഇശാക്ക് ശേഷം ഒന്നും മിണ്ടാൻ പാടില്ല എന്നല്ല, ഇൽമ് പഠിക്കുന്നതിന് വിരോധമില്ല, വഅദ് കേൾക്കുന്നതിന് വിരോധമില്ല, അള്ളാന്റെ ദീന് പഠിക്കുന്നതിന് വിരോധമില്ല, ദീനിന്റെ കാര്യത്തിന് യോഗം ചേരുന്നതിന് വിരോധമില്ല. അങ്ങനെ ഇശാഇന് ശേഷം യോഗം ചേർന്നതുണ്ടല്ലോ, ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇശാ നിസ്കാരത്തിന് ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ വീട്ടില് ഇശാ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതൃത്വത്തിൽ സ്വഹാബത്ത് യോഗം ചേർന്ന ചരിത്രമുണ്ടായിരുന്നു. എന്ത് വിഷയത്തിനാണ്? മുസ്ലിമീങ്ങൾക്കുണ്ടായ ഒരു വിഷയത്തില് ഇശാ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി യോഗം ചേരാൻ. എവിടെ യോഗം ചേരാനാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വീട്ടിൽ പോയിട്ടാണ് യോഗം ചേർന്നത്. അവിടെ ഇശാക്ക് ശേഷം കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് കുഴപ്പമില്ല. എന്തേ കാരണം? അത് ദീനിന് ആവശ്യമുള്ള ചർച്ചയാണ്. അല്ലാതെ ആവശ്യമില്ലാതെ ഉപകാരമില്ലാതെ വെറുതെ ഇങ്ങനെ സ്വറ പറയാൻ പാടില്ല. ഉമ്മമാരെ, വീട്ടില് ഇശാ കഴിഞ്ഞാല് മക്കളെ വേഗം ഉറക്കണോ? അതാണ് മഹാന്മാരുടെ വഴി. ഇന്ന് പുള്ള എത്ര മണിക്ക് ഉറങ്ങുന്നേ? എത്ര മണിക്ക് ഉറങ്ങുന്നേ? കുറേ നേരം കഴിയും അല്ലേ? കയ്യിലെ എല്ലാം ആയിട്ട് ഉറക്കമൂത്ര വിറ്റ് വന്നിട്ട് കിടന്നിനോ? അപ്പൊ നോക്കുന്നില്ല, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ നോക്കുന്നു, പുള്ള നോക്കുന്നു, എല്ലാരും നോക്കുന്നു. അടി മൊബൈലിൽ എന്തെല്ലാം ആയിക്കൊണ്ട്, ദിക്കുറായിക്കൊണ്ട്, തസ്ബീഹ്, അതിന്റെ ഇടയ്ക്ക് വേറെ കോമഡി, അപ്പുറത്ത് കോമഡി ആയിക്കൊണ്ട്, ഇപ്പുറത്ത് ഇത് ആയിക്കൊണ്ട്. എന്നിട്ട് വീണ്ടും മോനോട് പറയുന്നേ, പോലാ മൂത്ര വിറ്റ് പാല, ഉറക്ക ബീത്തി വന്നല്ലേ പാടെന്തരില്ലേ ബീത്തറോ? ചൂടാവാണ് ഉമ്മാനോട്. ഉറക്ക പോയി ബീത്തി വന്നിനോ? വീണ്ടും ഉമ്മ പറയാണ്, കുറെ നേരമായല്ലേ, ഇപ്പൊ ഉറങ്ങിയിട്ടില്ല. എത്ര നേരം കഴിയും? പണ്ട് അങ്ങനെയല്ല. പണ്ട് ഉമ്മമാര് മക്കളോട് പറയും, ബേ ഉറങ്ങല, നാളെ കാലത്തെ മദ്രസത്തേക്ക് പോവാണ്ട് ബേ ഉറങ്ങ്. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ എത്ര നേരം വൈകും. എന്നിട്ട് മദ്രസയിൽ പോയാലോ കംപ്ലൈന്റ്. എന്ത് കംപ്ലൈന്റ്? സ്കൂളിൽ നിന്നും മദ്രസ എന്നൊക്കെ കംപ്ലൈന്റ്. ഇത് ഓന്റെ ഉമ്മല്ലേ? അവക്ക് ഓന്റെ ഉമ്മ തന്നെ. നിങ്ങളെ മോൻ എപ്പോഴും സ്കൂളിൽ ഉറങ്ങുന്നല്ലേ? ക്ലാസ് കേൾക്കുമ്പോ മദ്രസയിൽ ഉറങ്ങുന്നല്ലേ? എന്തേ?
പോരല്ലേ ബേ ഉറങ്ങുന്നില്ലേ? കണ്ട ഉമ്മ നല്ല അടയാളമാണ്. ഇശാ കഴിഞ്ഞാൽ വേഗം കുട്ടികളെ ഉറക്കണം. കുറെ നേരം ഓരെങ്ങനെ കളിക്കാൻ വിടരുത്. കളിക്കാൻ വേറെ കുറെ സമയമുണ്ട്, ഇശാക്ക് ശേഷമുള്ള സമയമല്ല. അവിടെ ഇങ്ങനെ സ്വറ പറഞ്ഞിട്ടിരിക്കാനുള്ളതല്ല. വൽ ഹദീസ ബഅദഹാ, ഇശാക്ക് ശേഷം ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്നത് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണോ എന്റെ നിങ്ങളെ പൊരൽ നടക്കുന്നത്? അപ്പൊ ആ പൊരന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ആ പൊരന്റെ എല്ലാ മുഖത്തിലും കുപ്പി വെച്ചിട്ടായിനിപ്പോ അങ്ങനല്ലേ. സിറപ്പിന്റെ കുപ്പി കൊണ്ട് അങ്ങനത്തെ രണ്ട് നേട്ടമുണ്ട്. സിറപ്പ് ഉള്ളപ്പോ ഒരു നേട്ടം വേറെ, സിറപ്പ് കാലിയായെങ്കിൽ വേറെ ഒരു നേട്ടം ഇല്ലേ? സിറപ്പുള്ളപ്പോ എന്തേ ചുമ മാറാൻ, കഫ നേറാൻ. ഇപ്പൊ വേറൊരു നേട്ടം എന്താ? സിറപ്പല്ല കാലിയായെങ്കിൽ മൂലൽ തൂക്കി വെക്കാൻ, ആ മൂലല്, ഈ മൂലല്, ആ മൂലല്, ആ മൂലല്, എല്ലാ മൂലല്. പിന്നെ അവസാനം പുതിയ ഒരാളെടുത്ത് പോയി. അപ്പൊ അയാൾ പറഞ്ഞ് ഞാനൊരു കുപ്പി തരുന്നു, പറഞ്ഞ മുകളിൽ വെക്കണോ? ഉസ്താദെ 4 മൂലലും ഉണ്ടല്ലേ. ഉണ്ടാ എങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെക്കി. ഇതെന്താക്കുന്നപ്പോ ആക്കിട്ടായിനല്ല. ഞാനിത് വെറുതെ അതൊന്നും ഇല്ലാന്നല്ല ഞാൻ പറയുന്നേ. ഞമ്മ ചെയ്യേണ്ട കുറെ കാര്യം ഞമ്മ ചെയ്യാതെ കാലി കുപ്പി വെച്ചിട്ട് എന്ത് കാര്യമോന്ന്? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ ഇശാക്ക് ശേഷം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെന്റെ കാരണം അറിയോ? അതുകൊണ്ട് പണ്ടത്തെ ഉപ്പമാരെ ബൈസന്മാരല്ലോ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ സദസ്സിൽ കുറെ ഹിരിയന്മാരുള്ള അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഓർക്ക് മാത്രം ആഫിയത്ത് കിട്ടിയാ പോരാ, ഞങ്ങൾക്കും ആഫിയത്ത് വേണോ അല്ലാഹുവേ, ഇനി ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സതാ അല്ലാഹ്. ഒരു ഇശാക്ക് നിസ്കാരത്തിന് പള്ളിക്ക് പോകും, ജമാഅത്ത് കഴിയും, ഹദ്ദാദ് ഉണ്ടാവും, ഹദ്ദാദിനിരിക്കും. ഹദ്ദാദ് കഴിഞ്ഞിട്ട് ബിത്ർ സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് നേരെ പുറക്ക് വരും. വന്നിട്ട് എന്തെങ്കിലും കഞ്ഞ ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം ഉറങ്ങും. വേറൊന്നും വർത്താനല്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടില്ലേ? ഇശാ കഴിഞ്ഞ് വന്ന പിന്നെ വർത്താനം പറയലില്ല. എന്തേ കാരണം അറിയോ? ഉറങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഉറങ്ങിയെന്നായപ്പോ. ഏത്? ഇശാവും ഹദ്ദാദും വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സംസാരം ഒന്നുമില്ല, വേഗം തിന്നുന്ന ഉറങ്ങും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് പാടെ നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ വീണ്ടും ഒരു നല്ല കാര്യം ചെയ്തിട്ടല്ലാതെ ഉറങ്ങരുത്. അതിനാണ് ഖുർആൻ ഓതിയിട്ട് ഉറങ്ങണോന്ന് ചൊല്ലുന്നേ, അതിനാണ് ദിക്റ് ചൊല്ലിയിട്ട് ഉറങ്ങണോന്ന് ചൊല്ലുന്നേ, അതിനാണ് തസ്ബീഹ് ചൊല്ലിയിട്ട് ഉറങ്ങണോന്ന് ചൊല്ലുന്നേ, അതിനാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങണോന്ന് ചൊല്ലുന്നേ. അതുകൊണ്ടാണ് ഉമ്മമാരെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വാദ് നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദുആ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു തസ്ബീഹ് ചൊല്ലിത്തരാം, ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് ചൊല്ലിത്തരാം. ഞമ്മ പൊരലിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കും. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് സംഘം ചേർന്ന് യോഗം ചേർന്ന് ഞങ്ങളെ പൊരന്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ തമാശ പറയൂ, കുറെ നേരം സ്വറ പറയൂ, എന്തെല്ലാം പറയൂ, കളിച്ച് ചിരിച്ച് രസിക്കൂ, സുബ്ഹാനല്ലാഹ് ബഹളം വെക്കൂ. എന്നാൽ ഇനി പോയിട്ട് നമുക്ക് ഉറങ്ങാൻ സമയമായല്ലേ, ഇനി പോയിട്ട് ഉറങ്ങാം. അങ്ങനെ പോയെങ്കാമല്ലേ? ആ പോകുന്നതിന് മുമ്പ് അവിടുന്ന് നിങ്ങളൊരു ദിക്റ് ചൊല്ലിയിട്ടല്ലാതെ എണീറ്റ് പോകരുതേ ഉമ്മമാരെ, ഉപ്പമാരെ. ഏതാണ് ആ ദിക്റ്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണത്. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ എല്ലാരും ചേർന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കുറെ നേരം. പൊരന്റെ ഉള്ളിൽ മാത്രല്ല, എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ കുറെ നേരം എല്ലാരും ചേർന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. എന്നാൽ ആ സ്ഥലം വിട്ടു പോകുന്നതിന് മുമ്പ് ഉമ്മമാരെ, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ കുറെ നേരം കുടുംബാംഗങ്ങൾ ചേർന്ന് കുറെ സംസാരിച്ചു. എന്നിട്ടതാ ആ സദസ്സെന്ന് നിങ്ങൾ എണീറ്റ് പോകുന്നതിന് മുമ്പ് ആ സദസ്സിൽ വെച്ച് നിങ്ങളൊരു ദിക്റ് ചൊല്ലാൻ മറന്നു പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണത്. ലോകത്ത് ഹബീബിനേക്കാൾ വലിയ മഹാനാരാണുള്ളത്? ആ മഹാനെ കാണിച്ചു തന്ന വഴിയാണത്. അവിടുന്ന് ഒരു സ്ഥലത്തിരുന്നാൽ ആ ഇരുന്ന സ്ഥലത്തുനിന്ന് എണീറ്റ് പോകാൻ ഉദ്ദേശിച്ചാൽ അവിടുന്ന് ഒരു ദിക്റ് ചൊല്ലുകയാണ്. എന്താണ് ദിക്റ്? സുബ്ഹാന
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ദിക്ർ തങ്ങൾ ചൊല്ലുമെന്ന് മാത്രമല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലമനീഹിന്ന ജിബ്രീൽ. സ്വഹാബത്തെ, ഈ തസ്ബീഹ് എനിക്ക് പഠിപ്പിച്ചു തന്നതാരാണെന്നറിയുമോ? ഈ ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നതാരാണെന്നറിയുമോ? ഈ ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തന്നതാരാണെന്നറിയുമോ? അല്ലമനീഹിന്ന ജിബ്രീൽ, മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത്. അത്രയും പ്രധാനപ്പെട്ട ദിക്റാണത്, അത്രയും പ്രധാനപ്പെട്ട തസ്ബീഹാണത്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. ഇന്നത്തെ വാദിന്റെ ബാക്കിയുള്ള ഭാഗം സൂറത്തുൽ മുഅ്മിനീന്റെ ഭാഗം ഇൻഷാ അല്ലാഹ് നാളത്തെ കോളിയൂർ വാദിന്റെ സദസ്സിലേക്ക് നീട്ടി വെക്കുകയാണ്. അല്ലാഹു അത് പറയാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഓ ജനങ്ങളെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ വാദങ്ങ് പൂർത്തിയാക്കുകയാണ്. സയ്യിദുനാ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ്, അവരെ കൊണ്ടൊക്കെ ദീനിന് എത്രയാണ് ഉപകാരം കിട്ടിയത്. ഈ വഅദ് പറയുന്ന കളസ ചിന്തിക്കേണ്ടതല്ലേ? ഈ വഅദ് പറയുന്ന നൗഫൽ സഖാഫി ചിന്തിക്കേണ്ടതല്ലേ? എന്നെ കൊണ്ട് യജമാനനായ റബ്ബിന്റെ ദീനിന് എന്തു ഗുണം കിട്ടിയിട്ടുണ്ട്? യുവാക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രാത്രി അങ്ങ് കടന്നു ഒരൊറ്റ രാത്രിയിൽ മഹാനവരുകൾ പെട്ടെന്ന് ഉണരുകയാണ്. എന്നിട്ടതാ വേഗം വിളക്ക് കത്തിക്കുകയാണ്. എന്നിട്ടതാ തന്റെ ഹൃദയത്തിൽ ഉദിച്ച ആശയോ വേഗമങ്ങ് എഴുതി വെക്കുന്നു. കാരണം ഇത് ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്നതാണ്, അല്ലാഹുവിന്റെ ദീനിന് ഉപകാരം ലഭിക്കുന്നതാണ്. അത് എഴുതി വെച്ചതിന് ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സുമ്മ യുത്ഫിഉ സിറാജ്, ആ വിളക്കങ്ങ് കെടുത്തുന്നു. കാരണം ആവശ്യമില്ലല്ലോ, ആവശ്യമില്ലാത്ത വിളക്ക് കത്തിക്കരുത്. ഉമ്മമാരെ, നമ്മുടെ വീടുകളില് ആവശ്യമില്ലാതെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കാണാറില്ലേ? ആ ഫാനിന്റെ ചുവട്ടിൽ ഒരാളും അവിടെ കാണൂല. വസ്ത്രം ഉണക്കാനുള്ള അതേ കുപ്പായവും അവിടെ കാണൂല. നേരത്തെ ഇട്ട ഫാനാണ്. അവിടുന്ന് എണീറ്റ് പോകുമ്പോൾ അത് ഓഫ് ചെയ്യാൻ പോലും മറന്നുപോയില്ലേ? ഓ ഉമ്മമാരെ, ആ ഫാന് കറങ്ങിയത് വെറുതെയാണല്ലോ. ഒരിക്കലും വെറുതെ എന്നത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. വെറുതെ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഈ മനസ്സിൽ ഉദിച്ച ആശയം അങ്ങ് എഴുതിയതിനു ശേഷം പിന്നീട് അതാ ഇനി വിളക്ക് ആവശ്യമില്ലല്ലോ, വിളക്കങ്ങ് കെടുത്തുന്നു. വീണ്ടും ഒരൽപ്പനേരം കഴിയുമ്പോ വീണ്ടും കൽബിൽ ഒരാശയം ഉദിക്കുന്നു. വീണ്ടും അതാ വിളക്ക് കത്തിക്കുന്നു. ആ ആശയം എഴുതി വെക്കുന്നു. എഴുതിയതിന് ശേഷം വിളക്ക് കെടുത്തുന്നു. വീണ്ടും കിടക്കുന്നു. ഇങ്ങനെ ചരിത്രത്തിൽ കാണാം. ഒന്ന് രണ്ട് തവണയല്ല ജനങ്ങളെ. ഹത്താ കാന യതഅദ്ദദു ദാലിക മിൻഹു ഖരീബൻ മിൻ 20 മറ. ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 20 പ്രാവശ്യത്തോളം മാനവരുകൾ ഉണർന്നുപോയി. അല്ലാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്ന അറിവുകൾ കൽബിലങ്ങുദിച്ചത് കുത്തിവെക്കാനാ, രേഖപ്പെടുത്താനാ, എഴുതി വെക്കാനാ. ഓ യുവാക്കളെ, ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴിയിൽ ഞാനും നിങ്ങളും ഒന്ന് സഞ്ചരിക്കണ്ടയോ?
മരക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന ഉമ്മമാര്, എന്റെ വാല് കേൾക്കുന്ന ജേട്ടത്തിമാര്, എന്റെ വാല് കേൾക്കുന്ന അനുജത്തിമാര്, റബീഉ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷാഫി ഇമാമിനെ കേട്ടിട്ടുണ്ടോ? ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണോ? ഒരിക്കലും പറയട്ടെ ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് റബ്ബിന്റെ ദീനിന് ഒരു ചീത്ത പേര് വരുത്തുന്നതുണ്ടാകാൻ പാടില്ല. ഒരു പർദ്ദധാരിണിയായ ഒരു പെണ്ണ് ഒളിച്ചോടിയാൽ അവിടെ പറയിപ്പിക്കുന്നത് ആരെയാണ്? പെങ്ങളെ, നീ ഏതെങ്കിലും ഒരു മോളിൽ പോയി ആരോടെങ്കിലും സല്ലപിച്ചാൽ അതാരെങ്കിലും മൊബൈലിൽ അങ്ങ് പകർത്തിയിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ വൈറലാക്കിയാൽ അവിടെ ദുഷ്പേര് വരുത്തുന്നത് ആർക്കാണ്? നിങ്ങളെ വീട്ടുകാർക്ക് മാത്രമാണോ? കുടുംബത്തിന് മാത്രമാണോ? നാട്ടുകാർക്ക് മാത്രമാണോ? അല്ല, അല്ല. അല്ലാഹുവിന്റെ ദീനിന് ചീത്ത പേര് വന്നുപോയി, യജമാനനായ റബ്ബിന് ചീത്ത പേര് വന്നുപോയി. എന്റെയും നിന്റെയും നേതാവായ, ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചീത്ത പേര് വന്നുപോയി. ഒരിക്കലും അവർക്ക് ചീത്ത പേര് വരുത്തിക്കൂടാ പെങ്ങളെ. പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്നാൽ ഒരാളെയും അല്ലാഹു വെറുതെ വിട്ടില്ല. ഇന്ന് ഞങ്ങളത് കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയല്ലേ പെങ്ങളെ. അതേ, കാലിഫോർണിയയുടെ ഇതിഹാസം എന്തായിപ്പോയി, അമേരിക്കയുടെ ചരിത്രം എന്തായിപ്പോയി. ഒരു സൂചി നിലത്ത് വീണാൽ പോലും അത് കണ്ടെത്താനുള്ള, അറിയാനുള്ള സംവിധാനമുള്ള, എല്ലാ ടെക്നിക്കൽ, എല്ലാ സംവിധാനമുള്ള അമേരിക്ക, ആ അമേരിക്കയിലെ ഒരു കാറ്റിലങ്ങ് തീ കത്തിയപ്പോ, ആ കത്തിയ തീയങ്ങ് പടർന്നപ്പോ ഏകദേശം 35,000-ൽ പരം വരുന്ന ഏക്കർ കണക്കിലുള്ള സ്ഥലത്തേക്ക് തീയങ്ങ് പടർന്നില്ലേ. 10,000-കണക്കിലേറെ വരുന്ന കെട്ടിടങ്ങള് തകർന്നു വീണില്ലേ. പടച്ച റബ്ബിനെ കൊണ്ട് കിട്ടിയ പാഠമല്ലേ. ഫലസ്തീനിലുള്ള കുഞ്ഞുമക്കളെ മറക്കാൻ പറ്റുമോ? ഫിലിസ്തീനിലുള്ള മനുഷ്യ മക്കളെ മറക്കാൻ പറ്റുമോ? ഫിലിസ്തീനിലുള്ള പെങ്ങന്മാരെ മറക്കാൻ പറ്റുമോ? ആ കുഞ്ഞുമക്കളെ ഒടുക്കാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കക്കാരന് അല്ലാഹു വെറുതെ വിടുമോ? ഒരതാ കുറെ കുട്ടികളെ കണ്ണുനീര് അല്ല കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഒരുപാട് ഉമ്മമാരുടെ കണ്ണുനീര് അല്ല കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഒരു നാടിനെ ഒന്നടങ്കം നശിപ്പിച്ചത് യജമാനനായ റബ്ബ് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. വല്ലാഹു യഅലമു ബിമാ തസ്നഊൻ. നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ എത്ര കെട്ടിടങ്ങളാണ് തകർന്നു വീണത്? എത്ര ഏക്കർ കണക്കെയുള്ള ഭൂമിയാണ് അതാ ഭസ്മായി പോയത്. അതുകൊണ്ട് റബ്ബിനോട് കളിക്കാൻ നിൽക്കണ്ട, ആ റബ്ബിനെ ധിക്കരിക്കാൻ നിൽക്കണ്ട. ഇത് ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി പെങ്ങളെ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇതുപോലത്തൊരു റജബ് മാസത്തിലല്ലേ ലോകത്തോട് വിട പറഞ്ഞത്. ആ ശാഫി ഇമാമിനൊരു മോളുണ്ടായിരുന്നല്ലോ. മോളെ പേരെന്താണ്? ഫാത്തിമ ബിന്ത് ശാഫി. ശാഫി ഇമാമിന്റെ മോളെ പേരെന്താണ്? ഫാത്തിമ എന്നാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട മകളെ പേരാ.
പേര് വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കേണ്ടത്. മുത്തുനബി തങ്ങളെ മോളെ പേരാണ്, ആ പേരാണ് ഷാഫി ഇമാമ തന്റെ മകൾക്ക് വെച്ചത്. ആ ഷാഫി ഇമാമിന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അതെ ഞാൻ എന്റെ ബാപ്പാക്ക് അതെ അസ്റജ്തു ലി അബീ ഫീ ലൈലത്തിൻ വാഹിദത്തിൻ 70 മറ. ഞാൻ എന്റെ ബാപ്പയായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരൊറ്റ രാത്രിയിൽ 70 തവണ വിളക്ക് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ബാപ്പക്ക് ഒരൊറ്റ രാത്രിയിൽ 70 തവണ വിളക്ക് കത്തിച്ചു കൊടുത്തത്? എന്റെ ബാപ്പ അല്ലാഹുവിന്റെ ദീൻ എഴുതാൻ, എന്റെ ബാപ്പയായ ശാഫിഈ ഇമാം അള്ളാന്റെ ദീനിന്റെ മസ്അല എഴുതാൻ, അള്ളാന്റെ ദീനിന്റെ അറിവുകൾ എഴുതാൻ ഞാൻ എന്റെ ബാപ്പക്ക് ഒരൊറ്റ രാത്രിയിൽ 70 തവണ വിളക്ക് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 തവണ വിളക്ക് കത്തിച്ചു, പിന്നെ ആവശ്യം കഴിഞ്ഞപ്പോൾ കെടുത്തി. ബാപ്പ പറഞ്ഞു, മോളെ വീണ്ടും എനിക്ക് ഇൽമ എഴുതാനുണ്ടെന്ന് വിളക്ക് കത്തിച്ചു തരുമോ? അതാ വിളക്ക് കത്തിച്ചു. അങ്ങനെ ഒരൊറ്റ രാത്രിയിൽ 70 തവണ ഞാൻ എന്റെ ബാപ്പക്ക് വേണ്ടി വിളക്ക് കത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ശാഫിഈ ഇമാമിന്റെ മകള് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ശാഫിഈ ഇമാം ഇന്ന് ഏത് നിസ്കാരം നിസ്കരിക്കുമ്പോഴും ശാഫിഈ ഇമാമിനെ നമുക്ക് മറക്കാൻ പറ്റൂല. ശാഫിഈ ഇമാമിനിക്ക് ജന്മം നൽകിയ മഹാനവരുകളുടെ ഉമ്മാനെ മറക്കാൻ പറ്റൂല. കേവലം ഉമ്മാനെ മാത്രമല്ല, മറക്കപ്പുറത്തിരുന്ന് വാള് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നല്ലവരിൽ നല്ലവരായ ജേട്ടത്തിമാര്, ഈമാനുള്ള അനുജത്തിമാര്, ഒരൊറ്റ രാത്രിയിൽ ഇൽമ എഴുതാൻ ബാപ്പക്ക് 70 തവണ വിളക്ക് കത്തിച്ചു കൊടുത്ത പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ നമുക്ക് മറക്കാൻ പറ്റൂല. അവരെ കൊണ്ടൊക്കെ ദീനിന് ഒരുപാട് ഗുണം കിട്ടി. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ദീനിന് ഒരുപാട് ഗുണം ഉണ്ടാക്കി. ആഖിബത്ത് നന്നായി, ആഖിറം രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈമാനുള്ള സത്യവിശ്വാസികളിൽ നിന്ന് കഴിവിന്റെ പരമാവധി ഉണ്ടാകണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദം നിർത്തട്ടെ. അർഹമുർറാഹിമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനേ. നമ്മളെ ഇബ്രാഹിച്ച അവരുടെ 2 മക്കള് ഗൾഫിലാണുള്ളത്. ആ 2 മക്കള് നമ്മുടെ മജ്ലിസിലേക്ക് 1000 രൂപ വീതം 2000 രൂപ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണം റഹ്മാനെ. അവർ എന്ത് ഖൈറായ ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സംഭാവന ഇവിടെ നൽകിയിട്ടുള്ളത്, നീ അതവർക്ക് റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. അപ്പൊ എല്ലാവരും എണീറ്റ് ബിസ്മില്ലാ അടുത്തേക്ക് വരിക. ആ കയ്യിൽ പിടിക്കണം മൈക്കൊന്നതിലോ. ബിസ്മില്ലാ. നമ്മളെ മൂളൂർ ഉമ്മിയത്തടക്ക ഉറൂസിന്റെ ആദ്യത്തെ ദിവസമാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തരായ മഹാന്മാരെ കൊണ്ട് പ്രഭാഷണം നടക്കും, സാദാത്യങ്ങളെ കൊണ്ടുള്ള ദുആ നടക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ 18-ാം തീയതി നമ്മുടെ കാര്യപരിപാടി സമാപിക്കും അല്ലെ. 19-ാം തീയതി പകലാണ് നമ്മുടെ ഉറൂസ് പിന്നെ സമാപിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് വരും എന്നുണ്ട്. ദ്വാരക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു. അല്ലാഹുവേ ഉസ്താദിന് വരാനുള്ള തൗഫീഖ് നീ ചെയ്യണം, നൽകണം റഹ്മാനെ.
അതിനുള്ള ഭാഗ്യം ഈ നാട്ടുകാർക്കും ഈ ഉറൂസിന് കൂടുന്നവർക്കൊക്കെ നൽകണം റഹ്മാനെ. എല്ലാവരുടെത്തേക്ക് വരിക. ഉസ്താദിന് ആഫിയത്ത് വളരെ പ്രധാനമാണ്. ആഫിയത്ത് ഉണ്ടെങ്കിൽ ഉസ്താദ് എവിടെയും പോകും. നിങ്ങൾ കണ്ടില്ലേ, ഇടയ്ക്ക് ഒരു ശാരീരികമായ അസ്വസ്ഥത ഒക്കെ ഉണ്ടായിട്ടും ഇപ്പൊ അൽഹംദുലില്ലാ ഒരു ആഫിയത്ത് തിരിച്ചു കിട്ടിയപ്പോ ഉസ്താദ് വീണ്ടും എല്ലായിടത്തും പോകാൻ തുടങ്ങി. ഇപ്പൊ എന്നും പോവന്നല്ലേ ഉസ്താദ്. പാവം, അള്ളാഹു ഉസ്താദിന് നല്ല ആഫിയത്ത് കൊടുത്തിട്ട് ഇവിടെ ഇൻഷാ അല്ലാഹ് ആ ദിവസം ഇവിടെ വരാൻ അള്ളാഹു തആല ഉസ്താദിനും തൗഫീഖ് ചെയ്യട്ടെ. അത് കാണാനും അതിലൊക്കെ കൂടാനും അള്ളാഹു തആല നിങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഞങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ല. ഇന്ന് പകല് ഞാൻ ഹണ്ടുകുളിയിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അതുപോലെ മുഹമ്മദ് അലി അവരെല്ലാം ചേർന്ന് 2 കല്യാണം ഇന്ന് അവിടെ നടത്തി. അതിൽ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അള്ളാഹു അതിൻ്റെ ഒക്കെ സന്തോഷം അള്ളാഹു അവർക്ക് നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു നൽകട്ടെ. അവരുടെ മരിച്ചുപോയ ഉപ്പാപ്പ, ഉമ്മാന്റെ ബാപ്പ മർഹൂം യൂസുഫക്ക, അവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു തആല അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ പിന്നെ അവിടെ ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ വഅദ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേര് മുഹമ്മദ് സാദിഖ് എന്നാണ്. കുറച്ച് സുഖമില്ലായിരുന്നു നേരത്തെ, ഇപ്പൊ അൽഹംദുലില്ലാ സുഖമുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഈ മജ്ലിസ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാനെ. മുഹമ്മദ് ആസിം എന്ന ഒരു കുട്ടിക്കും പിന്നൊരു കുട്ടിക്കും ദുആ ചെയ്യാൻ 500 രൂപ വീതം 1000 500 അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. അവരെ കാര്യം നീ റാഹത്താക്കണേ അല്ലാഹ്. റബ്ബേ, ഈ സമയം ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനരുടെ ചാരത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി അവരെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കയങ്ങ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങള് വല്ലാതെ വ്യാപിച്ചിട്ടുള്ള കാലമാണ് അല്ലാഹുവേ. ഞങ്ങൾക്കാർക്കും അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, കുറേ ആളുകൾ ഇന്ന് ഉമ്മാനെ കണ്ടപ്പോൾ ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. അക്കൂട്ടത്തിൽ 4 പെൺമക്കളായിട്ട് 5ാമത്തത് ഇപ്പൊ ഗർഭിണിയാണ്. ഒരു പെൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ഖൈറായ പിന്നെ 4 പെൺമക്കളെ കഴിഞ്ഞിട്ട് ഇപ്പൊ 5ാമത്തെ ആണ് വേണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ ഖൈറായ ആൺകുഞ്ഞിനെ നൽകണേ അല്ലാഹ്. അതുപോലെ ഗർഭിണികൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സുഖപ്രസവം നൽകണേ അല്ലാഹ്. രോഗികൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെല്ലാമാണോ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളത്, ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ പുരുഷന്മാർ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പരിപാടി ലൈവായി ഇരുന്ന് ഇൽമു കേട്ട മുഅ്മിനീങ്ങൾ ദുആക്ക് ആമീൻ പറയുന്നവർ നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ പേടിയാകുന്ന ക്യാൻസർ, ട്യൂമർ ഉൾപ്പെടെയുള്ള എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, കച്ചവടത്തിലും ജോലിയിലും എല്ലാം ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്.
മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈ മഹത്തായ ഉറൂസ് പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രായമുള്ളവർ, അതുപോലെ യുവാക്കൾ, ഇവിടത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാവരെയും നീ ഏറ്റെടുത്ത് റാഹത്താക്കണേ അല്ലാഹ്. ഞാനിവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയ ഞങ്ങളെ ജമാഅത്ത് പ്രസിഡന്റിന്റെ വീട്ടിലാണ്, ഉസ്മാനാജിയുടെ വീട്ടിൽ. അല്ലാഹുവേ, അവിടെ ഭക്ഷണം ഉണ്ടാക്കി തന്ന വീട്ടുകാർക്കും ഈ സദസ്സിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ പിരിശം വെക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ സ്വർഗീയ ഭക്ഷണം തരണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربي ഞങ്ങൾ അബ്ദുൽ ഖാദർ സാലത്തൂർ, അവരുടെ ഭാര്യ പിതാവ് അബ്ദുള്ള ജപ്പു എന്നിവർ മരിച്ചതിൻ്റെ 7ാം ദിവസമാണിന്ന്. പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട നെല്ലിക്കട്ട താജുച്ച, അവരുടെ പ്രിയപ്പെട്ട മകൾ തൗഫീഖ വളരെ പ്രയാസത്തിൽ കിടക്കുകയാണ്. നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആദൂർ സക്കറിയയുടെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. റബ്ബേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നല്ല ഖൈറായ ജീവിതം നൽകണേ അല്ലാഹ്. ആരെല്ലാം ഞങ്ങളോട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരെയും ഞങ്ങളെ ദുആയിൽ പെടുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, ഏത് വിഷമ സമയത്തും ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സങ്കേഷ് അബ്ദുറഹ്മാൻ ച, അല്ലാഹുവേ, നീ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ അടുത്ത് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ജേട്ടന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങളൊക്കെ ഈ ദുആ പ്രതീക്ഷിച്ചാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. എല്ലാ ഖൈറിന്റെ വഴികള് ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരുടെ തണല് നല്ല ആഫിയത്തോടുകൂടെ, ഞങ്ങളെ ഉസ്താദുമാരുടെ തണല് നല്ല ആഫിയത്തോടുകൂടെ നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. അവരുടെ തണലിലായി ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്ക്, സ്നേഹജനങ്ങൾക്ക്, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ശിഷ്യഗണങ്ങൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹജനങ്ങൾ ഈ ദുആയിൽ നീ പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവർ, സൗണ്ട് സെറ്റിംഗ് ചെയ്തവർ, ലൈവ് സംപ്രേഷണം ചെയ്തവർ, ഈ പരിപാടി പ്രചരിപ്പിച്ചവർ ഒരുപാട് പേരുണ്ട് റബ്ബേ. ഞങ്ങളെ ഇമ്രാൻ എച്ചക്കല്ല്, അല്ലാഹുവേ, ഞങ്ങളെ ഓരോ പരിപാടിൻ്റെ ഒക്കെ പോസ്റ്ററുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കും, അതിങ്ങനെ എഡിറ്റിംഗ് ചെയ്തിട്ടയക്കും. അങ്ങനെ ആരൊക്കെ ഇതിൻ്റെ പരിപാടിയുടെ പ്രചാരകരുണ്ടോ എല്ലാവർക്കും ഈ പ്രോഗ്രാമിൻ്റെ സന്തോഷം റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാനും അനുഭവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇവിടെ സ്റ്റേജിൽ ഇരിക്കണ ഉസ്താദുമാര്, ഞങ്ങൾ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, അംജദി ഉസ്താദ് ഉൾപ്പെടെ മറ്റു എല്ലാ ഉസ്താദുമാര്, അവർക്കും ഞങ്ങൾക്കും റബ്ബേ കുറേ കാലം ഇൽമു പറഞ്ഞു കൊടുത്ത്, ഇൽമു പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത്, അതനുസരിച്ച് നല്ല ആഫിയത്തോടെ ഇബാദത്തെടുത്ത് നിന്നെ പേടിച്ച് നല്ല തഖ്വയിലായി ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇവിടത്തെ ഉറൂസുകളുടെ നിറസാന്നിധ്യമായിരുന്ന 2 മഹത്തുക്കള് സയ്യിദുനാ താജുൽ ഉലമാ ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല. റബ്ബേ, നീ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുപ്പാപ്പ ഞങ്ങളെ കൂടെ ഇല്ല, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇന്നലെയല്ല റബ്ബേ, ഇന്നലെയല്ല മിഞ്ഞാന്ന്
ഞാൻ സുള്ളിയ പൈമ്പച്ചാൽ എന്ന സ്ഥലത്ത് വാതിന് ചെന്നപ്പോൾ ഓർത്തുപോയി. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ടവരും ഞാനും അവിടെ നിന്ന് അവസാനം വേദി പങ്കിട്ടതാണ്. അവിടെ നിന്ന് ഞാനൊരു വെള്ളത്തിന്റെ കുപ്പി കയ്യിൽ പിടിച്ച് മന്ത്രിപ്പിക്കുമ്പോൾ എന്നോട് കുറേ തമാശ പറഞ്ഞു, കുറേ എന്നെ ചിരിപ്പിച്ചു. അതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പുറത്തു വന്നിരുന്നു. ഞാൻ ആ സ്റ്റേജിൽ വെച്ച് മഹാനവരുകളെ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്തു പോയി, വല്ലാതെ ഓർത്തുപോയി. അല്ലാഹുവേ, നീ അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവരുടെയൊക്കെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ മഹല്ലിൻ കീഴിൽ, മൂളൂർ ഉമ്മിയത്തടക്ക മഹല്ലിൻ കീഴിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഖബറുകളിൽ കഴിയുന്നുണ്ടോ, അതുപോലെ എൻ്റെ ബാപ്പയുൾപ്പെടെ ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചിട്ട് എവിടെല്ലാം കിടക്കുന്നുവോ എല്ലാവരിലേക്കും ഈ മജ്ലിസിന്റെ മിസ്ല് സവാബ് എത്തിച്ച് അവർക്ക് ഖബറ് വിശാലമാക്കി മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരെയും ഞങ്ങളെയും സ്വർഗാവകാശികളാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلي. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നമ്മളെ ഉറൂസ് വളരെ ഭംഗിയായ നിലക്ക്